രക്ഷിച്ചത്. മകനെ രക്ഷിക്കാനാണ് ഈ TK നാരായണപിള്ള ഈ റിപ്പോർട്ട് മരവിപ്പിച്ചത്. ഇത് ഇന്ന് വരെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളിലും വരാത്ത ഒരു വിവരമാണ് ഞാനിപ്പോൾ ഈ വെളിപ്പെടുത്തുന്നത്. അത് കാഞ്ഞിരപ്പള്ളിക്കും കാഞ്ഞിരപ്പള്ളിയുടെ ചുറ്റുവട്ടങ്ങളിലും താമസിക്കുന്ന ചില ക്രൈസ്തവ കുടുംബങ്ങളുടെ പേരുകളാണ് ഗൂഢാലോചനക്കാരായിട്ട് കേശവ മേനോന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതിലെ ഒന്നാമത്തെ പേര് കരിമ്പനാൽ കുടുംബം. ഈ തീവെപ്പിന് ശേഷം അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹത്തെ അവസാനം പോണ്ടിച്ചേരിയിൽ പോയിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് പോണ്ടിച്ചേരിയിൽ എത്തിയത്, ആരാണ് അദ്ദേഹത്തിനെ പോണ്ടിച്ചേരിയിൽ എത്തിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകിയത് എന്നതിനെ കുറിച്ചൊക്കെ അന്ന് തന്നെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാര്. നമസ്കാരം. സത്യവിജയത്തിലേക്ക് നമസ്കാരം. ഞാനിവിടെ ഒരു ചെറിയൊരു മുഖവുര ഇതിനെ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ സംസാരിക്കുന്നത് ശബരിമല തീവെപ്പ് കേസിനെയും അതിലുണ്ടാകാവുന്ന സാധ്യതകളെ പറ്റിയിട്ടുമാണ്. ഒരു കൺക്ലൂഷൻ ഇവിടെ ചെയ്യുന്നില്ല, മറിച്ച് അന്ന് സംഭവിക്കാമായിരുന്ന അല്ലെങ്കിൽ സംഭവിച്ചുണ്ടാകാവുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നു. അത് കേട്ട് പ്രേക്ഷകർക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെപ്പറ്റി ചിന്തിക്കാവുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് അതിലൊരു കൺക്ലൂഷൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. സാധ്യതകൾ മാത്രം ഒന്നുകൂടി സംസാരിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ, ചരിത്രത്തിന്റെ കണ്ണുകളിലൂടെ. ഞാൻ പറയുന്നത് ശരിയല്ലേ? അതെ. ഞാൻ സാറിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കടക്കാം. മുണ്ടത്ത് ഗുപ്തൻ ശശിഭൂഷൺ പ്രശസ്ത ഭാഷാ വിദഗ്ധനായ S. ഗുപ്തൻ നായരുടെ മകനാണ്. ജോലി ചെയ്യാൻ ആരംഭിച്ചത് മലയാള മനോരമ, മാതൃഭൂമി എന്നീ ദിനപത്രങ്ങളിലെ സബ് എഡിറ്ററായാണ്. അതിനുശേഷം 18 വർഷത്തോളം കേരള യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം ദാരുശില്പങ്ങളെ പറ്റിയും ചുവർ ചിത്രങ്ങളെ പറ്റിയും ദക്ഷിണ ഭാരതത്തിലെ 300ഓളം ക്ഷേത്രങ്ങളിൽ ഗഹനമായ ഗവേഷണം നടത്തിയിട്ടുണ്ട്. അറിയപ്പെടുന്ന ക്ഷേത്ര ചരിത്ര വിദഗ്ധനാണ്. കേരള സാഹിത്യ അക്കാദമി, ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നിവയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു. ഡെപ്യൂട്ടേഷണൽ കേരള ലിറ്ററസി മിഷന്റെ ഡയറക്ടറായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂറൽ പെയിന്റിംഗ് ഗുരുവായൂർ സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. വൈലോപ്പള്ളി സംസ്കൃത ഭവന്റെ മുൻ ഡയറക്ടറാണ്. കേരളത്തിലെ കലാ സാംസ്കാരിക വിഷയങ്ങളെ അധികരിച്ച് ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങാമല്ലോ സാർ? തുടങ്ങാം. ശരി. സാറിന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇതിനൊരു 4 സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെ. ഞാൻ അത് സാറിന് മൈക്ക് കൈമാറുകയാണ്. ആയിക്കോട്ടെ. 1950 ജൂണിൽ, അതായത് കൊല്ലവർഷം 1125 ഇടവ മാസം 6-ാം തീയതിക്കും 11-ാം തീയതിക്കും ഇടയ്ക്കാണ് ശബരിമലയിൽ തീവെപ്പ് നടന്നത്. ആ സംഭവം അറിയാൻ തന്നെ കുറച്ച് വൈകി. കാരണം അന്നത്തെ കാലത്ത് ശബരിമല പ്രദേശങ്ങൾ നിബിഡമായ കാടായിരുന്നു. മറ്റ് വാർത്തകൾ എത്തിക്കാനുള്ള സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവെ ഈ ഉത്സവം മറ്റും കഴിഞ്ഞ് നട അടച്ചു കഴിയുമ്പോൾ ആ പ്രദേശങ്ങളൊക്കെ വിജനമായിരിക്കും. വളരെ യാദൃശ്ചികമായിട്ട് ഈ വിവരം അവിടുത്തെ ആദിവാസികളാണ് അറിഞ്ഞത്. അവരിൽ നിന്ന് പിന്നീട് അധികൃതര് അറിയുകയാണ് ഉണ്ടായത്. അവരത് കൺഫേം ചെയ്യാനായിട്ട്, ഉറപ്പുവരുത്താനായിട്ടും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് അറിയാനുമായിട്ടും അന്നത്തെ മേൽശാന്തിയെ അവിടെ കൊണ്ടുവന്നു. മേൽശാന്തി പ്രാരംഭ പരിശോധനകളൊക്കെ നടത്തുകയുണ്ടായി. ആ വാർത്ത അതീവ ഒരു ദുഃഖകരമായ വാർത്ത എന്ന നിലയിലാണ് കേരളീയര് പൊതുവെ അതിനെ കണ്ടത്. എന്നാൽ ചില വ്യത്യസ്തമായ നിലപാടുകൾ പുലർത്തിയ ആളുകളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പ്രശസ്ത രാഷ്ട്രീയ നേതാവായ C. കേശവൻ പ്രതികരിച്ചത് ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധത കുറയും എന്ന് ആയിരുന്നു. C. കേശവൻ നമുക്കറിയാം, വളരെ പ്രഗത്ഭനായ ഒരു നേതാവാണ്. അദ്ദേഹം കേരള തിരുക്കൊച്ചി മന്ത്രിസഭയിലെ അംഗമായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തെ നമുക്കറിയാം നിവർത്തന പ്രക്ഷോഭത്തിന്റെ നായകനായിരുന്നു. അതുപോലെ അദ്ദേഹം കേരള കൗമുദിയുടെ സ്ഥാപക പത്രാധിപരായ CV കുഞ്ഞിരാമന്റെ ആയിട്ട് C. കേശവനുള്ള അടുത്ത ബന്ധത്തെ പറ്റിയും നമുക്ക് അറിയാം. C. കേശവന്റെ
മകനാണ് പ്രശസ്ത പത്രപ്രവർത്തകനും അതുപോലെ എഴുത്തുകാരനുമായ കെ ബാലകൃഷ്ണൻ. സി കേശവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അതില് ഒരു അമ്പരപ്പ് കേരളീയ സമൂഹത്തിൽ നിന്ന് ഉണ്ടായി. ചുരുക്കം ചില ആളുകൾ സി കേശവനോട് യോജിക്കുകയും ചെയ്തു. അപ്പോൾ ആ കാലഘട്ടത്തില് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചു കഴിഞ്ഞിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വരുന്നതിന് മുമ്പ് തിരുവിതാംകൂറിലെ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ആ ഡിപ്പാർട്ട്മെന്റ് മാറി ഒരു ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നത് 1948 ശേഷമാണ്. അതിനൊരു കാരണമുണ്ട്. 1948 തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നത്. അതുവരെ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഒരു മതരാഷ്ട്രമായിരുന്നു. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഒന്ന് വിശദീകരിക്കുന്നത്. ലാൻഡ് ഓഫ് ചാരിറ്റി എന്നാണ് തിരുവിതാംകൂറിനെ ഇംഗ്ലീഷുകാര് വിശേഷിപ്പിക്കുന്നത്. അതിനെ ചില ആളുകളെ പരിഭാഷപ്പെടുത്തി കണ്ടിട്ടുണ്ട് ധർമ്മരാജ്യം. അങ്ങനെയല്ല, ചാരിറ്റി എന്നുള്ള വാക്കല്ല അവിടെ ധർമ്മം എന്നുള്ളതിന് കൊടുക്കേണ്ടത്. ധർമ്മം എന്ന് പറഞ്ഞാല് മതം എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ തിരുവിതാംകൂർ എന്ന് പറയുന്നത്, തിരുവിതാംകൂർ മാത്രമല്ല, ഇന്ത്യയിലെ പല നാട്ടുരാജ്യങ്ങളും അന്ന് ഹിന്ദു മതം ഔദ്യോഗിക മതമാണെന്ന് അംഗീകരിച്ചിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് തിരുവിതാംകൂർ അങ്ങനെ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു. കൊച്ചി അതുപോലെ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു. ഉത്തരേന്ത്യയില് അപൂർവമായിട്ടാണെങ്കിൽ കൂടിയും വേറെയും പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇങ്ങനെ ഹിന്ദുമതം ഔദ്യോഗിക മതമായിട്ട് അംഗീകരിച്ച രാജ്യങ്ങൾ ദേശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ യൂണിയന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് ഇത് മതേതര രാഷ്ട്രമാണെന്നുള്ളതാണ്. അതായത് സെക്കുലർ കൺട്രി ആണെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് എടുത്തു കളഞ്ഞതും അതിന് പകരമായിട്ട് ഒരു ദേവസ്വം ബോർഡ് വന്നതും. അപ്പൊ ദേവസ്വം ബോർഡ് വന്നപ്പോ തിരുവിതാംകൂറിന് ഒരു പ്രത്യേക ദേവസ്വം ബോർഡുണ്ട്, കൊച്ചിക്ക് ഒരു പ്രത്യേക ദേവസ്വം ബോർഡുണ്ട്. അന്ന് മലബാർ കേരളത്തിന്റെ ഭാഗമാകുന്നില്ല. അത് 1956 മലബാർ ഈ തിരുവിതാംകൂർ കൊച്ചിയുടെ ഭാഗമാകുന്നതും കേരളം എന്ന പേരില് ഈ പ്രദേശം വീണ്ടും അറിയപ്പെടുന്നതും. അപ്പം മലബാറിലാകട്ടെ ദേവസ്വം ബോർഡുകൾ അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉണ്ട് മലബാർ ദേവസ്വം ബോർഡ്. അക്കാലത്ത് ഉണ്ടായിരുന്നത് ഹിന്ദു റിലീജിയസ് എൻഡോവ്മെന്റ് ബോർഡ് അല്ലെങ്കിൽ ഹിന്ദു റിലീജിയസ് എൻഡോവ്മെന്റ് കമ്മീഷണറുടെ അധ്യക്ഷതയിലുള്ള ഒരു ബോർഡായിരുന്നു മലബാറിലെ ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തിയിരുന്നത്. അതില് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊച്ചി ദേവസ്വം ബോർഡിന് ഇല്ലാത്ത ഒരു പ്രാധാന്യം അതിൻ്റെ ഭാരവാഹികൾ അതിന് നൽകുകയുണ്ടായി. ഉദാഹരണത്തിന് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറുമായിരുന്നു ആദ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങൾ. നമുക്കറിയാം, രണ്ടുപേരും രണ്ട് പ്രബല ഹൈന്ദവ സമുദായങ്ങളുടെ നേതാക്കന്മാരാണ്. മന്നം നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ഭാരവാഹി എന്ന നിലയിൽ ആർ ശങ്കറിനും അതിപ്രധാനമായ ഒരു പങ്കുണ്ട്. ഈ രണ്ട് ആളുകളും അതിനു മുമ്പുള്ള പല സന്ദർഭങ്ങളിലും റിസർവേഷനെ പറ്റിയും മറ്റുമൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിയിരുന്നവരായിരുന്നെങ്കിൽ കൂടിയും ഈ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളായി അതോടുകൂടി അതുവരെയുള്ള അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളെയെല്ലാം മറന്നുകൊണ്ട് ഒരു സുശക്തമായ ഒരു ഹിന്ദു മണ്ഡലം ഇവിടെ ഉണ്ടായി കാണുവാനായിട്ട് ആഗ്രഹിച്ചു. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഈ ഹിന്ദു മണ്ഡലത്തിന്റെ വക്താക്കളായിട്ട് ഇരുവരും മാറി. എന്ന് മാത്രമല്ല, മന്നത്ത് പത്മനാഭൻ തന്റെ പേരിലുണ്ടായിരുന്ന മന്നത്ത് പത്മനാഭ പിള്ള എന്ന ജാതി നാമം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ ജാതി നാമം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇനി മുതൽ മന്നത്ത് പത്മനാഭനായിരിക്കും, ഞാൻ മന്നത്ത് പത്മനാഭ പിള്ളയല്ല, എന്നെ ആരും തന്നെ എഴുതുമ്പോഴോ അല്ലെങ്കിൽ പ്രസംഗങ്ങൾക്ക് വേണ്ടിയിട്ട് യോഗങ്ങളിലേക്ക് ക്ഷണിക്കുമ്പോൾ സ്വാഗതം പറയുമ്പോഴും
എന്നെ മന്നത്ത് പത്മനാഭപിള്ള എന്ന് പറയരുത്, ഞാൻ ഇനി മുതൽ പത്മനാഭൻ ആണ്, മന്നത്ത് പത്മനാഭൻ ആണ് എന്ന് പറയുകയും ചെയ്തു. അതൊക്കെ അന്നത്തെ കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ഇന്ന് മാത്രമല്ല, ഹിന്ദു മണ്ഡലം ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരണം എന്നുള്ള ഒരു ആവശ്യവും അതോടുകൂടി ഉണ്ടായി. സ്വാഭാവികമായിട്ട് അന്നത്തെ ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനം ആയിരുന്നു. അപ്പോൾ അവര് അതിനെ പുറമേക്ക് വളരെ ഗൗരവം ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുവെങ്കിലും അങ്ങനെയല്ല. ആർ ശങ്കറിനെ പോലെ ഒരു നേതാവ് കേരളത്തിലെ ഏറ്റവും ഒരു അംഗസംഖ്യയിൽ അല്ലെങ്കിൽ സെൻസസ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏറ്റവും അധികം അംഗങ്ങളുള്ള ഈഴവ സമുദായത്തിൻ്റെ ഒരു നേതാവിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് രാഷ്ട്രീയമായി അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് നന്നായി അറിയാവുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് സ്വാഭാവികമായും അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ ആരംഭിച്ചിരുന്നു എന്നും ആഗ്രഹിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ഈ നായർ വിഭാഗത്തെയും ഈഴവ വിഭാഗത്തെയും ഒന്നിക്കുന്നതിനെ അവര് അത്ര സഹിഷ്ണുതയോടെ അല്ല കണ്ടിരുന്നത്. നമുക്ക് വളരെ അത്ഭുതകരമെന്ന് തോന്നും, അല്ലെങ്കിൽ വിചിത്രമെന്ന് തോന്നാം. അക്കാലത്ത് വളരെ മനുഷ്യസ്നേഹിയായിട്ടുള്ള കേരളീയരുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ സമാദരണീയനായ എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ പോലും ഈ നായർ ഈഴവ ഐക്യത്തെ അത്ര പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നായിട്ട് അല്ല കണ്ടത്. വൈക്കം മുഹമ്മദ് ബഷീർ ആ കാലത്ത് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന് മന്ന ആൻഡ് ശങ്ക എന്നാണ് തലക്കെട്ട്. അതൊരു ഹാസ്യ ലേഖനമാണ്. അതായത് മന്നവും ശങ്കറും കൂടി ഒരിക്കലും യോജിക്കാൻ പോകുന്നില്ല. അവര് ഇപ്പൊ യോജിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ വൈകാതെ തന്നെ ഇരു വിഭാഗക്കാരും പിണങ്ങി അകന്നു പോകും എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലേഖനം എഴുതിയത്. നമ്മൾ ഒരു കാര്യം ഇവിടെ ഓർക്കണം, വൈക്കം മുഹമ്മദ് ബഷീർ നിർഭയനായ ഒരു എഴുത്തുകാരനാണ്. ആരെ പറ്റിയും അദ്ദേഹത്തിന് വിമർശിക്കുന്നതിന് ഒരു ഭയവുമില്ല. നമുക്കറിയാം, വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കഥയുടെ ആദ്യ ശീർഷകം വിശ്വവിഖ്യാതമായ നാക്ക് എന്നായിരുന്നു. അത് EMS നമ്പൂതിരിപ്പാടിനെ പറ്റിയുള്ള ഒരു ക്രൂരമായ ഫലിതം എഴുതാനായിരുന്നു വാസ്തവത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ പുറപ്പെട്ടിരുന്നത്. പിന്നീട് അത് മാറ്റുകയും EMS ആണെന്നുള്ള സൂചന വായനക്കാർക്ക് ഉണ്ടാകാത്ത തരത്തിൽ ആ കഥയ്ക്ക് മാറ്റം വരുത്തുകയും ചെയ്യുകയാണ് ചെയ്തത്. ഞാനിത് പറഞ്ഞത് എഴുത്തുകാരെന്ന് പറയുന്ന ആളുകളെ അവരുടെ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് നമുക്ക് ഒരു സാമുദായികമായ ഒരു വിയോജിപ്പായിട്ടോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളായിട്ടോ കാണേണ്ട ആവശ്യമില്ല. അവർക്ക് മൗലികമായ സ്വാതന്ത്ര്യം എഴുത്തിൽ രചനയുടെ കാര്യത്തിൽ ഉണ്ട്. എങ്കിലും ഇതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് അത് സാന്ദർഭികമായതുകൊണ്ടും ഞാൻ ഇത് പറഞ്ഞു എന്ന് മാത്രം. ആ കാലത്ത് ഈ പറയുന്ന നായർ ഈഴവ ഐക്യത്തിന്റെ ഉജ്ജ്വലമായ ഒരു പ്രതീകമായിട്ടാണ് ഇരു സമുദായത്തിലുള്ളവരും ശബരിമലയെ കണ്ടത്, അയ്യപ്പനെ കണ്ടത്. അപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഈശ്വര സങ്കല്പത്തിന് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ അയ്യപ്പ ക്ഷേത്രങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷേ ഒരു സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട ഹിന്ദു പാൻതിയൻ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ദേവി ദേവന്മാരുടെ ഇടയിൽ എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റൻസ് ഉള്ള, സ്വീകാര്യതയുള്ള ഒരു ദേവതയല്ല ശബരിമലയിലെ പ്രതിഷ്ഠ ഉള്ള അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്നത്. അയ്യപ്പന് കേരളത്തിലുള്ള പ്രാധാന്യം പലപ്പോഴും മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇല്ല. എന്ന് വേണമെങ്കിൽ ഒരു എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നത് തമിഴ്നാട്ടിലെ ചില ജില്ലകളിൽ അയ്യനാർ എന്ന പേരിൽ അയ്യപ്പ ക്ഷേത്രങ്ങൾ ഉണ്ട് എന്നത് മാത്രമാണ്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ നോർത്ത് ആർക്കാട്, സൗത്ത് ആർക്കാട്, അതുപോലെ കടലൂർ എന്ന് പറയുന്ന ഈ 3 ജില്ലകളിലെ വന്യ സമുദായത്തിൽപ്പെട്ട ആളുകൾ, മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് അവരെ തമിഴ്നാട് ഗവൺമെന്റ് പരിഗണിച്ചിരിക്കുന്നത്. അവരുടെ കുലദൈവമായിട്ട് അയ്യനാറിനെയാണ് കാണുന്നത്. അങ്ങനെ അയ്യനാർ എന്ന് പറയുന്ന ആ സങ്കല്പം തമിഴ്നാട്ടിൽ ഉണ്ട്. അതുപോലെ കന്യാകുമാരി
ജില്ലയിലെ നമുക്ക് അയ്യപ്പ ക്ഷേത്രങ്ങൾ തന്നെ കാണാൻ സാധിക്കും. വളരെ അപൂർവമായിട്ടാണെങ്കിൽ പോലും ശ്രീലങ്കയിലെ അയ്യപ്പ ക്ഷേത്രങ്ങൾ ഉണ്ട്. ആന്ധ്രയിലെ അയ്യപ്പ ക്ഷേത്രങ്ങൾ പിൽക്കാലത്താണ് പ്രശസ്തമായത്, ശബരിമലയുടെ പ്രശസ്തി വന്നതിന് ശേഷം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ പറയുകയാണെങ്കിൽ കേരളത്തില് ആണ് അയ്യപ്പ ക്ഷേത്രങ്ങൾ അധികമായിട്ട് ഉള്ളത്, അയ്യപ്പ ഭക്തന്മാർ അധികമായിട്ട് ഉള്ളത്. പഴയ സാമ്പ്രദായികമായ ചരിത്രം കേരളോൽപ്പത്തി പറയുന്നുണ്ട്. പരശുരാമൻ സൃഷ്ടിച്ച ഈ കേരളത്തിലെ മലനിരകളില് 108ഓളം അയ്യപ്പ ക്ഷേത്രങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് പരശുരാമൻ സ്ഥാപിച്ചതാണ് എന്നും പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. 108 ദുർഗാ ക്ഷേത്രങ്ങളും വളരെ പ്രശസ്തമാണ് എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ മലനിരകളിൽ മാത്രമല്ല അയ്യപ്പ ക്ഷേത്രങ്ങൾ കേരളത്തിലുള്ളത്. അയ്യപ്പ ക്ഷേത്രങ്ങള് മലനിരകളിലുണ്ട്, ഇടനാടുകളിലുണ്ട്, അപൂർവമായിട്ടാണെങ്കിൽ പോലും സമുദ്ര തീരങ്ങളില് ഉണ്ട് അയ്യപ്പ ക്ഷേത്രങ്ങൾ. അതുപോലെ തന്നെ ഈ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ തന്നെ അതിന്റെ വിഗ്രഹ സങ്കല്പം നോക്കുകയാണെങ്കിൽ അയ്യപ്പ ക്ഷേത്രങ്ങളും ശാസ്താ ക്ഷേത്രങ്ങളും ഒന്നാണ്, എന്നാൽ വിഗ്രഹങ്ങളിലെ വ്യത്യാസവുമുണ്ട്. കേരളത്തിലെ ഈ വിഗ്രഹശാസ്ത്രം എന്ന് പറയുന്നത് അതിന് ഐക്കണോഗ്രഫി എന്നാണ് ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്നത്. ഈ ഐക്കണോഗ്രഫി എന്ന് പറയുന്നത് വിഗ്രഹങ്ങളുടെ ആകൃതി, അതുപോലെ കൈകളുടെ ഇരിക്കുന്ന വസ്തുക്കൾ, അതായത് മുദ്രകൾ, ഇവയൊക്കെ ആധാരമാക്കിയിട്ടാണ് ഈ വിഗ്രഹങ്ങൾക്ക് പേരുകൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ശാസ്താന്റെ വിഗ്രഹങ്ങൾ അയ്യപ്പൻ എന്ന് പറയുന്ന കേരളത്തിലെ അയ്യപ്പന്റെ വിഗ്രഹങ്ങൾക്കും തമ്മിൽ ചെറിയ ചില ഭിന്നതകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു വന്യമൃഗങ്ങളെ നായാടുന്ന തരത്തിലാണ് ഈ ശാസ്താവിന്റെ രൂപങ്ങൾ പൊതുവെ ഇവിടുത്തെ മ്യൂറൽ പെയിന്റിങ്ങുകളിൽ സാധാരണയായിട്ട് ചിത്രീകരിക്കാറുള്ളത്. ഈ മ്യൂറൽ പെയിന്റിങ് അഥവാ ചുവർ ചിത്രങ്ങളുള്ള മിക്ക ക്ഷേത്രങ്ങളിലും ഈ ശാസ്താവിന്റെ രൂപം വളരെ പ്രാധാന്യത്തോടെ ശ്രീകോവിലിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ചിത്രീകരിക്കാറുണ്ട്. അതിനകത്ത് ഈ അയ്യപ്പൻ കുതിരപ്പുറത്തിരിക്കുന്ന ഒരു യുവാവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അയ്യപ്പന്റെ കൈകളില് അമ്പും വില്ലും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു കൈയില് അമ്പും വില്ലും, അതുപോലെ മറു കൈയില് കുതിരയുടെ ജീനി പിടിച്ചിരിക്കും. ഇനി അതല്ലെങ്കിൽ അതിന് അവിടെ കുതിരയെ നിയന്ത്രിക്കാനുള്ള ഒരു ചമ്മട്ടി പിടിച്ചിരിക്കും. ഇങ്ങനെയാണ് ഈ ശാസ്താവിനെ ചിത്രീകരിക്കാറ് ഉള്ളത്. പക്ഷെ ഇത് സംബന്ധിച്ച ഈ സങ്കല്പത്തിലുള്ള ശാസ്താവിനെ പൂജിക്കാനുള്ള അതിപ്രശസ്തമായ ഒരു ധ്യാനമുണ്ട്. ആ ധ്യാനം ആദിശങ്കരാചാര്യർ രചിച്ചതാണെന്നാണ് കേരളീയർ വിശ്വസിക്കുന്നത്. അതനുസരിച്ച് ഇതെല്ലാം പ്രതീകാത്മകമാണ്. ഈ കാടെന്ന് പറയുന്നത്, ഒരു കാട്ടിലെ കുതിരപ്പുറത്താണ് ഈ ശാസ്താവ് ഇരിക്കുന്നത്. പക്ഷെ കുതിര എന്ന് പറയുന്നത് മനസ്സാകുന്ന കാട്ടിലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു യോഗിയുടെ ഇരിപ്പിടമായിട്ടാണ് ധ്യാനത്തിൽ വളരെ കൃത്യമായി പറയുന്നത്. എന്ന് മാത്രമല്ല, ശാസ്താവ് വേട്ടയാടുന്നത് രാഗം, മതം, ക്രോധം, ലോഭം തുടങ്ങിയ ദുർവികാരങ്ങളെയാണ്. ഈ ദുർവികാരങ്ങളെ ആണ് ദുഷ്ടമൃഗങ്ങളായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിലാണ് ഈ ശാസ്താവിന്റെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. ഇനി വേറെ ചില ക്ഷേത്രങ്ങളിലാകട്ടെ അയ്യപ്പന്റെ വീര ആസനത്തിൽ ഇരിക്കുന്ന ശാസ്താവിനെ ആയിരിക്കും അവിടെയൊക്കെ പൂജിക്കുന്നത്. മറ്റു ചില ക്ഷേത്ര വീരാസനത്തിൽ അല്ലെങ്കിൽ ലളിതാസനത്തിൽ ഒക്കെ ആയിരിക്കും ശാസ്താവ് ഇരിക്കുന്നത്. ഇപ്പൊ ആറാട്ടുപുഴ പോലെയുള്ള വളരെ പ്രശസ്തമായ, തിരുവുള്ളക്കാവ് പോലെയുള്ള വളരെ പ്രശസ്തമായ ശാസ്താ ക്ഷേത്രങ്ങളിൽ എല്ലാം കാണുന്നത് ഒന്നുകിൽ വില്ലാളിയായിട്ടുള്ള അമ്പും വില്ലും ധരിച്ച ഒരു പോരാളിയായിട്ട് നമുക്ക് ചിത്രീകരിച്ചിരിക്കുന്നത് കാണാം. ഇനി മറ്റു ചില സ്ഥലങ്ങളിലാകട്ടെ ഈ പറഞ്ഞതുപോലെ കയ്യില് ഒരു താമരപ്പൂവ് അല്ലെങ്കിൽ ഒരു ഫലം, ഒരു സസ്യഫലം കയ്യിൽ വെച്ചിട്ട് ഇരിക്കുന്നതായിട്ടാണ്. അതുപോലെ തന്നെ അയ്യപ്പനെ ഒപ്പം 2 ഭാര്യമാര്, ചിലപ്പോൾ
ഒരു ഭാര്യ, ചിലപ്പോൾ ഒരു ഭാര്യയും മകനും, ഇങ്ങനെയൊക്കെ നിലകളിലും അയ്യപ്പന്റെ പ്രതിമകളെ കാണാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രഭ എന്ന ഭാര്യയും സാത്യകി എന്ന പുത്രനോടും കൂടിയാണ് തൃക്കുന്നപ്പുഴ ക്ഷേത്രത്തിലെ നമ്മള് ശാസ്താവിനെ അതിന്റെ പ്രതിമകൾ കാണുന്നത്. ഇനി വേറെ പല ക്ഷേത്രങ്ങളിലും ആണെങ്കിൽ പ്രഭയ്ക്ക് പകരം അത് പൂർണ്ണ എന്നും പുഷ്കല എന്നുള്ള രണ്ട് പത്നിമാരോടൊപ്പം ശാസ്താവ് ഉപവിഷ്ടനായിട്ടിരിക്കുന്നതായിട്ടാണ്. മിക്ക ക്ഷേത്രങ്ങളിലും ഈ ശാസ്താവിന്റെ പ്രതിഷ്ഠ ഒരു ഉപദേവൻ എന്ന നിലയിലായിരിക്കും. അത് തെക്ക് പടിഞ്ഞാറ് വശത്തായിട്ട്, അല്ലെങ്കിൽ തെക്ക് വശത്തായിട്ട്, അപൂർവമായിട്ട് വടക്ക് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ആയിരിക്കും ഈ ശാസ്താവിന്റെ ഉപദേവ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠകൾ കാണുന്നത്. എന്നാൽ തമിഴ്നാട്ടിലും ഇതുപോലെ തന്നെ ഈ അവിടെ അയ്യനാർ എന്നാണ് പറയുന്നതെങ്കിലും ഈ ശാസ്താവിന്റെ മാതിരി തന്നെ അവിടെയും പൂർണ്ണ എന്നും പുഷ്കല എന്നുള്ള രണ്ട് പത്നിമാരോടൊപ്പം ഉള്ള പ്രതിഷ്ഠകളാണ് സാധാരണയായി കാണുന്നത്. തമിഴില് അവര് പൂർണ്ണ എന്നും പുക്കല എന്നുമാണ് പറയുന്നത്. എന്നാൽ ശബരിമലയിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ശബരിമലയിലെ ഈ ശാസ്താവിന്റെ സങ്കല്പം അയ്യപ്പൻ എന്ന സങ്കല്പത്തിലാണ്. അത് ബ്രഹ്മചാരിയായിട്ടുള്ള ഒരു യുവാവിന്റെ രൂപത്തിലാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ധ്യാന നിമഗ്നനായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം അഭയമുദ്ര കാണിക്കുന്നുണ്ട്. ഒരു കയ്യിലാകട്ടെ അദ്ദേഹം അത് ചിന്മുദ്രയാണ് കാണിക്കുന്നത്. അദ്ദേഹം ഒരു യോഗ പട്ടം കൊണ്ട് തന്റെ കാലുകളെ സ്വയം ബന്ധിച്ചിട്ട് അദ്ദേഹം ഉപവിഷ്ടനായ തരത്തിലാണ് ഇരിക്കുന്നത്. ഈ വിഗ്രഹമാണ് നേരത്തെയും ഉണ്ടായിരുന്നത്. അതായത് 1950 ജൂണില് തീവെപ്പ് നടത്തുന്നതിന് മുമ്പും ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിന് ചരിത്രപരമായി ഈ അയ്യപ്പ സങ്കല്പത്തെ അല്ലെങ്കിൽ ശാസ്താവിന്റെ സങ്കല്പത്തെ കുറിച്ച് പഠിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള ആളുകള് ഈ ശാസ്താവെന്ന സങ്കല്പത്തിന് ബുദ്ധമതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവും എന്ന് അന്വേഷിക്കുകയും ആ തരത്തിലെ അന്വേഷണങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ചില ആളുകളെങ്കിലും ബുദ്ധനും ശാസ്താവും ഒന്നാണ് എന്ന തരത്തിൽ പറയാറുണ്ട്. അങ്ങനെ അവർ അമരകോശത്തിലെ ഈ ശാസ്ത്ര സങ്കല്പത്തിന്റെ പര്യായങ്ങളായിട്ട് ബുദ്ധപദം കൊടുത്തിട്ടുള്ളതാണ് അതിനെ ഉദ്ധരിക്കാറുള്ളത്. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, വിഗ്രഹശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഈ ബുദ്ധന്റെ വിഗ്രഹങ്ങളുമായിട്ട് അയ്യപ്പ വിഗ്രഹങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. അതേസമയത്ത് ഒരു ശാസ്താവിന്റെ ചില വിഗ്രഹങ്ങൾക്ക് അവലോകിതേശ്വര സങ്കല്പത്തിൽ, അതായത് താന്ത്രിക ബുദ്ധമതത്തില് സുപ്രീം ഡേറ്റി എന്ന് പറയുന്നത് ശ്രീബുദ്ധനല്ല, പിന്നെയോ ശ്രീബുദ്ധന്റെ ഈശ്വരനായ അവലോകിതേശ്വരനാണ്. വാസ്തവത്തിൽ ഈ അവലോകിതേശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ സനാതന ധർമ്മത്തിലെ ശിവൻ തന്നെയാണ്. പശുപതിനാഥ സങ്കല്പത്തിന്റെ മറ്റൊരു പേരാണ് അവലോകിതേശ്വരൻ എന്ന് പറയുന്നത്. അതുപോലെ താര എന്ന സങ്കല്പത്തിലാണ് അവലോകിതേശ്വരന്റെ ധർമ്മപത്നിയെ അവതരിപ്പിക്കാറുള്ളത്. ഈ താര എന്ന് പറയുന്നത് നമ്മുടെ പാർവതി സങ്കല്പത്തിന് ഏതാണ്ട് തുല്യവുമാണ്. അപ്പോൾ ഞാനിത് വിഗ്രഹശാസ്ത്രം അനുസരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ വീണ്ടും തീവെപ്പ് സംഭവത്തിലേക്ക് വരട്ടെ. ഈ തീവെപ്പിനെ കുറിച്ച് ഉടനെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്നത് പറവൂർ TK നാരായണപിള്ളയാണ്. അദ്ദേഹം വളരെ സൗമ്യനായ ഒരു മുഖ്യമന്ത്രി ആയിട്ടാണ് അറിയപ്പെടുന്നത്. താരതമ്യേന അദ്ദേഹത്തിന് മുമ്പ് മുഖ്യമന്ത്രി ആയിരുന്ന പട്ടം താണുപിള്ളക്ക് ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു ആരാധകന്മാരോ അനുയായികളോ TK നാരായണപിള്ളയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മറ്റ് രണ്ട് പ്രബലരായിട്ടുള്ള ആളുകൾ, ഒന്ന് TM വർഗീസ് ഉണ്ട്, അതുപോലെ C കേശവനുണ്ട്. ഇവരൊക്കെ ആകട്ടെ ഒരു പക്ഷേ മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ഫോളോയിങ് അല്ലെങ്കിൽ ഫോളോവേഴ്സ്, അനുയായികൾ ഉള്ള പ്രബലരായ രണ്ട് നേതാക്കന്മാര് ആണ്. ഏതായാലും TK നാരായണപിള്ള ഒരു നോൺ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നു. അതേസമയത്ത് അതിസമർത്ഥനായ അഭിഭാഷകനായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരും മുമ്പ് ആ അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ചുകൊണ്ട് ആണ് അദ്ദേഹം ഉത്തരവാദ പ്രക്ഷോഭകാലത്ത് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വ നിരയിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞിട്ട് അന്ന് പട്ടം താണുപിള്ളയുടെ കീഴിലുള്ള ഒരു സ്ഥാനം, ഒരു 2ാം സ്ഥാനം മാത്രമേ അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. പട്ടം താണുപിള്ള
സ്റ്റേറ്റ് കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും അദ്ദേഹം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് മാറുകയും ചെയ്തതോടുകൂടിയാണ് ടി.കെ. നാരായണപിള്ള ഒരു കോംപ്രമൈസ് അനുരഞ്ജനത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുഖ്യമന്ത്രി ആയിട്ട് മാറുന്നത്. അദ്ദേഹം ക്ഷേത്ര തീവെപ്പ് നടന്ന ആ സ്ഥലത്ത് എത്തുകയും വളരെ കർക്കശമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തണം, കേസ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെട്ടു. സി കേശവൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടായിരുന്നു മുഖ്യമന്ത്രി എടുത്തിരുന്നത് എന്ന് ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയട്ടെ. ഇപ്പൊ 2 തരത്തിലുള്ള അന്വേഷണങ്ങൾ വേണമെന്ന് തുടർന്ന് തീരുമാനമായി. അതായത് തിരുവിതാംകൂർ കൊച്ചി പോലീസിന്റെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു ടീമിന്റെ അന്വേഷണം, അതുകൂടാതെ ഒരു ക്രൈം ബ്രാഞ്ചിന്റെ സമാന്തരമായ മറ്റൊരു അന്വേഷണം. ഈ 2 അന്വേഷണങ്ങളും പരസ്പരം ആശയവിനിമയം നടത്താതെ, പരസ്പരം കാണുക പോലും ചെയ്യാതെയാണ് ഈ 2 അന്വേഷണങ്ങൾ. തീവെപ്പാണ് എന്നുള്ളത് തീർച്ചയായും, അതായത് തീ പിടിച്ചതല്ല, മറിച്ച് തീ വെച്ചതാണ്. കാരണം ആ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലെ വാതിലുകൾക്ക് ഒരു കോടാലി കൊണ്ട് 22 വെട്ടുകൾ പാടുകൾ പോലീസ് ആദ്യ ദിവസം തന്നെ കണ്ടെത്തുകയുണ്ടായി. അന്വേഷണം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ അവര് കണ്ടെത്തുകയുണ്ടായി. അപ്പൊ അതിനിടയ്ക്ക് പത്രങ്ങളിൽ പലതരത്തിലുള്ള വാർത്തകൾ വന്നു. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ തീവെപ്പിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് ചില വാർത്തകൾ വന്നു. അങ്ങനെ പ്രത്യേക സമുദായത്തെ ഒന്നടങ്കം കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതിലെ അസഹിഷ്ണുരായിട്ടുള്ള പുതുപ്പണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ മുതലാളിമാരായിട്ടുള്ള ചില ആളുകളുടെ ഇൻവോൾവ്മെന്റ് അതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിനൊരു പങ്കുണ്ട്. കാരണം വരാൻ പോകുന്ന കേരള സംസ്ഥാന രൂപീകരണം വൈകാതെ ഉണ്ടാകും. അങ്ങനെ കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ കന്യാകുമാരി പ്രദേശങ്ങൾ വിട്ടുപോകും. സ്വാഭാവികമായിട്ട് തമിഴ്നാട് കോൺഗ്രസിന് ആണ് അവിടെ പ്രാബല്യം. അതെല്ലാം പുതിയതായി അവര് മദ്രാസ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് കൊണ്ട് അവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി കേരളത്തിൽ നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ട്രെങ്ത് കാണിക്കുവാൻ ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ അനിവാര്യമാണ് എന്ന് കരുതുന്നവർ പാർട്ടിയിൽ ഉണ്ട്. കൽക്കട്ട തീസിസിന്റെ ഒക്കെ ആ പശ്ചാത്തലത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തെറ്റിദ്ധരിക്കുകയുണ്ടായി. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ തിരുവിതാംകൂർ കൊച്ചിയിലെ നേതാക്കന്മാര് തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല, ഞങ്ങൾ വിശ്വാസികളുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല, പാർട്ടിയുടെ പ്രഖ്യാപിതമായ നിലപാടുകൾ എല്ലാവർക്കും അറിയുന്നത് പോലെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം തന്നെയാണ്, എങ്കിലും ഞങ്ങൾ ക്ഷേത്ര ആരാധനയ്ക്കോ അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസത്തിനോ ഒന്നും എതിരല്ല എന്ന് ഇത്തരത്തിൽ അവര് വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീട് ഈ അന്വേഷണം സമാന്തരമായി മുമ്പോട്ട് പോവുകയാണ്. അതില് ഈ സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അതിപ്രഗത്ഭരായ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാര് ആണ് ആ അന്വേഷണത്തിൽ നേരിട്ട് ഇടപെടുന്നത്. അതിൽ അന്ന് തിരുവിതാംകൂർ കൊച്ചി പോലീസില് ഉണ്ടായിരുന്ന ഒരു സബ് ഇൻസ്പെക്ടർ, അദ്ദേഹത്തിന്റെ പേര് പരമശിവൻ നായർ എന്നാണ്. വളരെ യാദൃശ്ചികം എന്ന് പറയട്ടെ, അദ്ദേഹം പിന്നീട് അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന പരമശിവൻ നായരുമായിട്ട് ശബരിമലയിലെ ഈ തീവെപ്പിനെ പറ്റി വളരെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് സംസാരിക്കുവാൻ ഒരവസരം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യവും ഞാനിവിടെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഊർജിതമായ അന്വേഷണം നടത്തിയത്. അദ്ദേഹം അന്നത്തെ കാലത്ത് അതുപോലെ തിരുവിതാംകൂർ കൊച്ചിയിലെ IG ആയിരുന്നത് അതിപ്രഗത്ഭനായ ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിനെ IG ചന്ദ്രശേഖരൻ നായർ എന്നേ ആളുകൾ പറയുകയുള്ളൂ. IG ചന്ദ്രശേഖരൻ നായരും ഈ അന്വേഷണത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ട് അദ്ദേഹവും ആ സമയത്ത് കോട്ടയത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ അന്വേഷണങ്ങളുടെ 2 കൂട്ടരും IG ചന്ദ്രശേഖരൻ നായരുടെയും അതുപോലെ മിന്നൽ പരമശിവൻ നായരുടെയും തിരുക്കൊച്ചി പോലീസിന്റെയും കണ്ടെത്തൽ ഒരു കോടാലി സ്വാമി എന്ന ഇരട്ട പേരിൽ അറിയപ്പെടുന്ന ഒരു ജോസഫ്
സ്വാമിയുടെ സ്വാമിയാണ് ഈ ശബരിമല ക്ഷേത്രത്തിന് തീ വെച്ചത് എന്നാണ്. ഈ ജോസഫ് സ്വാമി എന്ന് പറഞ്ഞ ആള് വെച്ചൂർ സ്വദേശിയാണ്. വൈക്കത്തിനടുത്തുള്ള വെച്ചൂർ സ്വദേശിയാണ്. അദ്ദേഹം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ആളാണ്. അദ്ദേഹം പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ച ശേഷം അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുകയുണ്ടായി. പക്ഷെ വീണ്ടും അദ്ദേഹത്തിന് ഒരു ക്രിസ്തുമതം ഉപേക്ഷിക്കണമെന്ന് തോന്നി. അദ്ദേഹം ഹിന്ദു സന്യാസിയായിട്ട് മാറി. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഹിന്ദു സന്യാസിയായിട്ട് ഈ പറയുന്ന 1950 മകര വിളക്കിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ തന്നെ ശബരിമല എത്തുകയും ക്ഷേത്രത്തിന് വളരെ അടുത്തുള്ള ഒരു അരയാലിൽ ഉള്ള ഒരു വലിയ പൊത്തിനകത്ത്, അതായത് അരയാലിൽ സ്വാഭാവികമായി രൂപം കൊണ്ട ഒരു വിടവ്, ആ വിടവിനുള്ളിൽ അദ്ദേഹം താമസിക്കുകയും ചെയ്തു. മഴ വന്നാലൊന്നും നനയുകയില്ല. വളരെ സുരക്ഷിതമായിട്ട് ഈ അരയാലിന്റെ പൊത്തിൽ താമസിക്കും. ഭക്തന്മാരെ കൊടുക്കുന്ന കാണിക്കകളോ വല്ല നാണയങ്ങളുടെ തുട്ടുകളോ ഒക്കെ വാങ്ങിച്ചിട്ട് അദ്ദേഹം അത്യാവശ്യം ആഹാരമൊക്കെ കഴിച്ച് അവിടെ തന്നെ എപ്പോഴും ശരണമയ്യപ്പ എന്ന മന്ത്ര ജപത്തോടുകൂടി അവിടെ താമസിക്കുന്നത് ഈ അന്നത്തെ ഭക്തന്മാരെല്ലാം കണ്ടിട്ടുമുണ്ട്. അദ്ദേഹം ഈ ശബരിമലയിലെ മകരവിളക്ക് കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിഞ്ഞ് പൂജാരിമാരും അതുപോലെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരും മല ഇറങ്ങിയപ്പോഴും ഈ ജോസഫ് സ്വാമി അല്ലെങ്കിൽ കോടാലി സ്വാമി, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കോടാലിയും ഉണ്ടാവും, അതുകൊണ്ടാണ് അദ്ദേഹത്തെ കോടാലി സ്വാമി എന്ന് ആളുകൾ വിളിച്ചിരുന്നത്. അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം പരമഭക്തനായിട്ടുള്ള അയ്യപ്പ ഭക്തനായിട്ടുള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തെ എല്ലാവർക്കും പരിചയം. അപ്പൊ അദ്ദേഹം അവിടെ തുടർന്നും താമസിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ തീവെപ്പിന് ശേഷം അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹത്തെ അവസാനം പോണ്ടിച്ചേരിയിൽ പോയിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് പോണ്ടിച്ചേരിയിൽ എത്തിയത്, ആരാണ് അദ്ദേഹത്തിനെ പോണ്ടിച്ചേരിയിൽ എത്തിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകിയത് എന്നതിനെ കുറിച്ചൊക്കെ അന്ന് തന്നെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാര് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവരുടെ റിപ്പോർട്ടുകളിൽ അക്കാര്യങ്ങളെല്ലാം വിശദമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ കുറ്റസമ്മതം പ്രതി കുറ്റസമ്മതം നടത്തി. ഒരു മടിയും ഇല്ലാതെ പോലീസുകാർ ചോദിച്ച ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ തന്നെയാണ് ഈ കൃത്യം ചെയ്തത്. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ആരാധ്യമൂർത്തിയായ അയ്യപ്പനോട് അതികഠിനമായ കോപം ഉണ്ടായി. ഞാൻ അങ്ങനെ ഒരു ഭ്രാന്തനായിട്ട് മാറിയിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിലെ അവിടെ അവശേഷിച്ചിരുന്ന ഈ എണ്ണയും അതുപോലെ പാചകം ചെയ്യാനായിട്ട് ആളുകൾ കൊണ്ടുവന്നിരുന്ന മണ്ണെണ്ണയും എല്ലാം ക്ഷേത്രത്തില് ഒഴിച്ചതിന് ശേഷം അതിനെ 5 സ്ഥലത്ത് തീ വയ്ക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അമ്പലം കത്തുന്നതിന് മുമ്പ് ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണം എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കോടാലി കൊണ്ട് ഈ പറയുന്ന പ്രധാന ശ്രീകോവിലിന്റെ കതക് തല്ലിപ്പൊളിച്ച് അകത്ത് കയറി വിഗ്രഹം തകർക്കുന്നതും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. പക്ഷെ പോലീസ് ഇത് മുഖവിലേക്ക് എടുത്തില്ല. കാരണം അദ്ദേഹം ശബരിമലയിലെ അവശേഷിച്ച ആഭരണങ്ങൾ, പ്രധാനപ്പെട്ട ആഭരണങ്ങളെല്ലാം പന്തളത്ത് കൊണ്ടുപോകും. തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്നത് പന്തളത്താണ്, പന്തളം കൊട്ടാരത്തിൽ ആണ് സൂക്ഷിക്കുന്നത്. അങ്ങനെ ഈ ശബരിമല ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആഭരണങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ആ ശ്രീകോവിലിനകത്ത് സ്വർണ്ണ ആഭരണങ്ങളും ഒക്കെ ചിതറിക്കിടന്നിരുന്നു. അതുപോലെ കുറച്ച് നാണയങ്ങളും കറൻസികളും ഒന്നും അത് എടുത്തിട്ടില്ല. അത് പോലീസിന് സംശയം ഉണ്ടാക്കി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഈ കോടാലി സ്വാമി പറഞ്ഞത് മുഴുവൻ അദ്ദേഹം രേഖപ്പെടുത്തി, പക്ഷെ അത് മുഴുവൻ വിശ്വസിച്ചില്ല. കൂടുതൽ അന്വേഷണം നടത്തേണ്ടതാണ് എന്ന് തീരുമാനിക്കുകയും ഞങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് ആയിരിക്കും അന്തിമമായ റിപ്പോർട്ട് IG-ക്ക് ഏൽപ്പിക്കുന്നത് എന്നും പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു റിപ്പോർട്ട് അവര് കൊടുത്തതായിട്ട് പിൽക്കാലത്ത് നമുക്ക് ഈ 2 ആളുകളുടെയും ആത്മകഥകൾ ലഭിക്കുന്നുണ്ട്. അതായത് മിന്നൽ എന്ന ഇരട്ടപ്പേരിലാണ് പരമശിവൻ നായർ അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ നടപടികളൊക്കെ വളരെ പെട്ടെന്നായിരിക്കും, മിന്നൽ വേഗത്തിലായിരിക്കും. അതുകൊണ്ട് നാട്ടുകാർ അദ്ദേഹത്തിന് നൽകിയ ഇരട്ടപ്പേരാണ് മിന്നൽ പരമശിവൻ നായർ.
ഇന്നത്തെ പോലെ മോട്ടോർ സൈക്കിളിലൊന്നും അല്ല മിന്നൽ പരമശിവൻ നായർ പോകുന്നത്. അന്ന് ഒരു കുറ്റകൃത്യം നടന്നു എന്നറിഞ്ഞാൽ അദ്ദേഹം ഉടനെ തന്നെ ഒരു റാലി സൈക്കിളിൽ ഉടനെ തന്നെ അവിടെ പറന്നെത്തും. അതുകൊണ്ട് അദ്ദേഹത്തിന് മിന്നൽ പരമശിവൻ നായർ എന്നുള്ള പേര് അങ്ങനെയാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ അന്തിമ റിപ്പോർട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ എന്ന് പറഞ്ഞാൽ അത് ഒരു കൃത്യമായ ആത്മകഥയല്ല. അദ്ദേഹത്തിന്റെ പോലീസ് അന്വേഷണത്തിൽ അദ്ദേഹത്തിന് തെളിയിക്കുവാൻ കഴിഞ്ഞ പ്രശസ്തമായ കുറ്റകൃത്യങ്ങളെ അദ്ദേഹം ഒന്ന് എഴുതിയിട്ടുണ്ട്, അനുസ്മരിക്കുന്നുണ്ട്. അതിൽ ഈ ശബരിമലയിലെ തീവെപ്പ് കേസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇതിന്റെ പിന്നിൽ ഒരു കോൺസ്പിറസി ഇല്ല, ഒരു ഗൂഢാലോചനയില്ല. ഇത് ജോസഫ് സ്വാമി ഒറ്റയ്ക്ക് ചെയ്ത ഒരു കുറ്റകൃത്യമാണ് എന്ന് ആണ് ഈ മിന്നൽ പരമശിവൻ നായർ അദ്ദേഹത്തിന്റെ പിൽക്കാലത്ത് എഴുതിയ അനുഭവ കുറിപ്പുകളിൽ പറയുന്നത്. എൻ ചന്ദ്രശേഖരൻ നായർ ഇതുപോലെ മലയാള മനോരമ വാരികയിലെ വളരെ ഒരു തയ്യാറെടുപ്പുകൾക്ക് ശേഷം എല്ലാ രേഖകളും പരിശോധിച്ച് അദ്ദേഹത്തിന്റെ പഴയ ഡയറികളൊക്കെ പരിശോധിച്ച ശേഷം അദ്ദേഹം ഒരു ആത്മകഥ എഴുതി. മിക്കവാറും അദ്ദേഹം പറഞ്ഞു കൊടുത്തതായിരിക്കണം, മനോരമയിലെ പത്രാധിപ സമിതിയിലെ ഒരു അംഗമായിരിക്കണം അത് കുറിച്ചെടുത്തത്. ഏതായാലും അദ്ദേഹത്തിന്റെ ആത്മകഥ വന്നിട്ടുണ്ട്, അത് പിന്നീട് പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹവും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു കോൺസ്പിറസി ഇല്ല, ഇതൊരു ഒരു വ്യക്തിയുടെ ഒറ്റയ്ക്കുള്ള ഒരു ക്രിമിനൽ ആക്ട് ആണ് എന്ന ഒരു തീരുമാനത്തിലേക്കാണ് മിന്നൽ പരമശിവൻ നായർ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥ പിന്നീട് DC ബുക്സ് കോട്ടയം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എന്നാൽ ഇതിൽ നിന്നൊക്കെ പാടെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് കേശവൻ നായർ എന്ന് പറയുന്ന DYSP. അദ്ദേഹം മദ്രാസ് സ്റ്റേറ്റിലെ പോലീസ് ഓഫീസറാണ്. അവിടെ അനവധി കുറ്റകൃത്യങ്ങൾ നിഷ്പക്ഷമായി തെളിയിച്ചിട്ടുള്ള ആളാണ്. അതിന്റെ പേരിൽ പോലീസ് ഗോൾഡ് മെഡൽ ലഭിച്ച ആളാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ടിൽ അദ്ദേഹം ഗൗരവമുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അദ്ദേഹം ഒന്നാമതായിട്ട് പറയുന്നത് ഇതൊരു കോൺസ്പിറസിക്ക് ശേഷം നടന്ന കുറ്റകൃത്യമാണ്. ഈ ജോസഫ് സ്വാമി ഒരു വാടക കുറ്റവാളി മാത്രമാണ്. ഇത് കുറ്റകൃത്യം ചെയ്തത് ജോസഫ് സ്വാമിയാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു വലിയ വളരെ വളരെ വർഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കാലത്തെ ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ചില കുടുംബങ്ങളുടെ പേരുവിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് കാഞ്ഞിരപ്പള്ളിക്കും കാഞ്ഞിരപ്പള്ളിയുടെ ചുറ്റുവട്ടങ്ങളിലും താമസിക്കുന്ന ചില ക്രൈസ്തവ കുടുംബങ്ങളുടെ പേരുകളാണ് ഗൂഢാലോചനക്കാരായിട്ട് കേശവ മേനോന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതിലെ ഒന്നാമത്തെ പേര് കരിമ്പനാൽ കുടുംബം, രണ്ടാമത്തെ കുടുംബം എന്ന് പറയുന്നത് നെല്ലിമുറ്റം കുടുംബം, മൂന്നാമത്തേത് പൊടിമറ്റം, കളരിപ്പറമ്പ്, പൊട്ടംകുളം, വടക്കേപ്പറമ്പ്, കള്ളിവയൽ, വട്ടക്കുന്നേൽ. ഈ കുടുംബക്കാരുടെയൊക്കെ പേരുകൾ പറയുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തുകയും ഈ സംഭവം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവര് ശബരിമല പ്രദേശത്ത് ഒരു നായാട്ട് നടത്താൻ എന്ന വ്യാജേന അവർ കാട്ടിൽ പോവുകയും അവര് നായാട്ട് നടത്തുകയും ചെയ്തു. അങ്ങനെ നായാട്ട് നടത്തിയ വേളയിൽ നായാട്ടിനായിട്ട് അതിന്റെ ഭാഗമായിട്ട് കാടുകളിലെ ടെന്റൊക്കെ അടിച്ച് അവര് താമസിക്കുകയാണ് രാത്രിയിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ടെന്റ് അടിച്ച് താമസിക്കുന്ന സമയത്ത് അവരുടെ പരിചാരകന്മാരെ അയച്ചു. ഈ പരിചാരകന്മാരാണ് ഈ ശബരിമല ക്ഷേത്രത്തിന് തീ വെച്ചത് എന്നാണ് ഒരു കേശവ മേനോന്റെ റിപ്പോർട്ട് അങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് വർഗീയ കലാപത്തിന് കാരണമാകും എന്ന് മാത്രമല്ല, കേരളത്തിലെ ഇന്നത്തെ ഒരു ശാന്തവും സമാധാനവുമായ അന്തരീക്ഷത്തിന് അത് ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ റിപ്പോർട്ട് സ്വീകരിക്കുന്നില്ല എന്നല്ല, ഈ റിപ്പോർട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ റിപ്പോർട്ടിന്റെ മേൽ തുടർ നടപടികളും എടുക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു തിരുക്കൊച്ചിയിലെ ക്യാബിനറ്റ് അന്ന് തീരുമാനിച്ചത്. അതിനെപ്പറ്റി
എന്താണ് ഇങ്ങനെയൊരു പക്ഷെ ആ തീരുമാനം അങ്ങനെയല്ല. അതങ്ങ് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. അപ്പൊ അതിനിടയ്ക്ക് ഈ ഹിന്ദു മണ്ഡലം പൊളിഞ്ഞു. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ഭിന്ന ധ്രുവങ്ങളിലെത്തി. രണ്ടുപേരും വേർപിരിഞ്ഞതോടുകൂടി അവരുടെ അനുയായികൾക്കും ഈ പറയുന്ന ശബരിമല തീവെപ്പ് കേസിനെ കുറിച്ചും കൂടുതൽ അറിയണമെന്നുള്ള താല്പര്യം ഉണ്ടായില്ല. രണ്ട് ധ്രുവങ്ങളിലേക്ക് അവർ മാറുകയും ചെയ്തു. അങ്ങനെ എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ആയുധമാക്കിയെടുത്തു. അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ കേരള സംസ്ഥാനം എപ്പോഴേക്കും രൂപീകരിക്കും എന്നുള്ളത് ഉറപ്പായി. അതിന്റെ പ്രഖ്യാപനം 1956 വന്നു. വൈകാതെ പൊതു തിരഞ്ഞെടുപ്പ് വന്നു. 57 EMS മന്ത്രിസഭ അധികാരത്തിൽ വന്നു. അപ്പൊ EMS മന്ത്രിസഭ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരും എന്ന് ആയിരുന്നു ഇലക്ഷനിലെ മാനിഫെസ്റ്റോയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവകാശപ്പെട്ടിരുന്നത്. ഇത് ഒരു ഹൈന്ദവ വോട്ടുകൾ ലഭിക്കുന്നതിന്, അതായത് ഹൈന്ദവ വോട്ടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിക്കുന്നതിന് ഇത് കാരണവുമായി. എന്നാൽ മന്ത്രിസഭ രൂപീകരിച്ച ശേഷം ഇവരുടെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തില്ല. മറിച്ച് റിപ്പോർട്ട് നിയമസഭയിലെ മേശപ്പുറത്ത് വെച്ചു. അന്നത്തെ നിയമമന്ത്രിയായിരുന്നത് ഈ പറഞ്ഞതുപോലെ BR കൃഷ്ണയ്യരാണ്. അദ്ദേഹം നിയമമന്ത്രി. അദ്ദേഹത്തിന്റെ ടേബിളിൽ വെച്ച് പക്ഷെ പബ്ലിഷ് ചെയ്യേണ്ട എന്ന ഒരു തീരുമാനത്തോടു കൂടിയാണ് ടേബിളിൽ വെച്ചത്. അന്നത്തെ കാലത്തെ ഒരു പത്രങ്ങളും ഇത് പ്രസിദ്ധീകരിക്കുവാൻ ധൈര്യം കാണിച്ച്, ഒരു പത്രം ഒഴികെ മറ്റൊരു പത്രവും കാണിച്ചില്ല. ദേശബന്ധു എന്ന പത്രം മാത്രം ഇത് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആ ദേശബന്ധു പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയല്ല റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചില നടപടികളും ഉണ്ടായി. ഏതായാലും ഇന്ന് ശബരിമല തീവെപ്പ് കേസിന്റെ റിപ്പോർട്ട് ആയിട്ട് ചില സംഘടനകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അന്ന് ദേശബന്ധു പ്രസിദ്ധീകരിച്ച ഈ ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ആ റിപ്പോർട്ടാണ്. നമുക്ക് യഥാർത്ഥ റിപ്പോർട്ടും ഈ ദേശബന്ധു പത്രം, കോട്ടയത്ത് നിന്ന് പുറത്തിറങ്ങുന്ന ദേശബന്ധു പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് അറിയില്ല. ഏതായാലും ആ ദേശബന്ധുവിന്റെ റിപ്പോർട്ടാണ് ഇന്ന് നമുക്ക് ലഭ്യമായിട്ട് ഉള്ളത്. അവിടെ ഈ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇത് പ്രസിദ്ധീകരിക്കാത്തത് എന്നുള്ളത് എൻ്റെ ഒരു വലിയ ജിജ്ഞാസയായിരുന്നു. ഞാൻ ഈ കാര്യത്തെ പറ്റി പലരോടും അന്വേഷിക്കുകയുണ്ടായി. അപ്പൊ പൊതുവെ അന്നത്തെ ഒരു പൊതുവായി കിട്ടിയ മറുപടി എന്ന് പറയുന്നത്, അന്നത്തെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു വോട്ട് ബാങ്കാണ്. അപ്പൊ ആ വോട്ട് ബാങ്കിനെ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്തതാണെന്നാണ്. എന്നാൽ ഞാൻ പല ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട വളരെ പക്വതയുള്ള പുരോഹിതന്മാരുമായിട്ടും അതുപോലെ ക്രൈസ്തവ സമുദായത്തിലെ വിഭിന്ന സഭക്കാരുണ്ടല്ലോ. അതിനകത്ത് കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, ഓർത്തഡോക്സ് സഭയിൽപ്പെട്ടവരുണ്ട്, പാത്രിയാർക്കീസ് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ഇങ്ങനെയുള്ള പല ആളുകളും ഞാൻ ഈ ക്രിസ്ത്യൻ ചർച്ചസിനെ പറ്റി പഠിക്കുന്നതിലും അതിന്റെ വാസ്തുശില്പത്തെ പറ്റി, ക്രൈസ്തവ സമൂഹം കേരളത്തിന് നൽകിയ സംഭാവനകളെ പറ്റിയൊക്കെ വളരെ താല്പര്യത്തോടെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. മിക്കവാറും പ്രാചീന ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളാണ്. ഇപ്പോഴും പോകുന്നതിൽ സന്തോഷമുള്ള ഒരാളുമാണ്. അപ്പൊ ആ നിലയിൽ ഞാൻ കാണുമ്പോൾ പല ആളുകളോടും എനിക്ക് സംസാരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളവരോട് ഞാൻ ചോദിച്ചു, ഈ ശബരിമല തീവെപ്പ് കേസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന്. അവരൊക്കെ എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്കാർക്കും ഇതിൽ യാതൊരു വിരോധവുമില്ല. യഥാർത്ഥ കുറ്റവാളികളിൽ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് പുറത്തു വരണം, അവരെ ശിക്ഷിക്കണം. ഞങ്ങൾക്കിതില് ഒരു പ്രത്യേകിച്ച് ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ തെറ്റ് ചെയ്താൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല എന്നാണ് എന്നോട് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുവാൻ സന്ദർഭം ഉണ്ടായതിൽ 90% ക്രൈസ്തവ നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ കാര്യം ഇവിടെ എടുത്തു പറയുന്നത് ഇതല്ല കാരണം. അതായത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ ഭയപ്പെട്ടിട്ട് അല്ല ഇത് അന്നത്തെ തിരുക്കൊച്ചി സർക്കാർ ഈ തീവെപ്പ് കേസിനെ പറ്റി വിശദാംശങ്ങളിലേക്ക് കടക്കാത്തത്, അതുപോലെ ഭാവി നടപടികൾ അതേപ്പറ്റി ഉണ്ടാകാത്തത്. ഞാൻ എൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് എനിക്ക് വളരെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വിവരം ലഭിച്ചത്.
പഴയ മുൻ പത്രപ്രവർത്തകൻ, അകാലത്തിൽ പത്രപ്രവർത്തനം ഉപേക്ഷിക്കേണ്ടി വന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് എൻ്റെ ഒരു ജിജ്ഞാസ ഇക്കാര്യത്തിൽ തുടർന്നും നടന്നതുകൊണ്ടാണ് എനിക്ക് ഇക്കാര്യം മനസ്സിലായത്. ഞാൻ അറിഞ്ഞു കാര്യം ഇതാണ്: TM വർഗീസിന്റെ മകൻ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുകയായിരുന്നുവെങ്കിൽ, ഈ റിപ്പോർട്ടിന്റെ മേൽ നടപടി എടുക്കുകയാണെങ്കിൽ, അന്നത്തെ പ്രശസ്ത നേതാവായ TM വർഗീസിന്റെ മകൻ ഇതിലെ പ്രതികളിൽ ഒരാളായി മാറുമായിരുന്നു. അപ്പൊ TM വർഗീസിന്റെ മകനെ രക്ഷിക്കാനാണ് ഈ TK നാരായണപിള്ള ഈ റിപ്പോർട്ട് മരവിപ്പിച്ചത്. ഇത് ഇന്ന് വരെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളിലും വരാത്ത ഒരു വിവരമാണ് ഞാൻ ഇപ്പോൾ ഈ വെളിപ്പെടുത്തുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ TM വർഗീസിന്റെ മകനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായിട്ട് ശ്രമിച്ചു. എൻ്റെ അച്ഛനുമായിട്ട് ഞാൻ ഇക്കാര്യം സംസാരിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ കൂടെ ഹോസ്റ്റലിൽ താമസിച്ച ആളാണ്, ഏതാണ്ട് അച്ഛൻ്റെ പ്രായമുള്ള ആളാണ് TM വർഗീസിന്റെ മകൻ. പേരും പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ കോട്ടയത്തുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ഒരു സീനിയർ ഓഫീസറാണ്, നിയമബിരുദധാരിയാണ്. പക്ഷേ പ്രാക്ടീസ് ചെയ്യാനൊന്നും പോയില്ല. അതിന് പകരം പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ജോലി സ്വീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു. ഞാൻ കുറച്ചു കാലം കോട്ടയത്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഈ TM വർഗീസിന്റെ മകനെ കാണാനായിട്ട് ആഗ്രഹം എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് ജേക്കബ് ഫിലിപ്പ് എന്നാണ്. ജേക്കബ് ഫിലിപ്പ് പറഞ്ഞു, ഡെന്റിസ്റ്റ് ആണ്. ജേക്കബ് ഫിലിപ്പ് പറഞ്ഞു, ഞാൻ നിങ്ങൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജേക്കബ് ഫിലിപ്പിന്റെ വീട്ടിൽ, ഞങ്ങൾ അദ്ദേഹത്തെ ബേബി ചായൻ എന്നാണ് വിളിക്കുന്നത്, ജേക്കബ് ഫിലിപ്പിന്റെ വീട്ടിൽ വെച്ച് ഞാൻ ഈ TM വർഗീസിന്റെ മകനുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം ഈ വിവരങ്ങൾ എന്നോട് പറഞ്ഞു. വളരെ സത്യസന്ധമായി പറഞ്ഞു എന്ന് ആണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ നായാട്ട് സംഘത്തിൽ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ നായാട്ട് സംഘത്തിൽ ഉള്ളവരുടെ ഒപ്പമായിരുന്നു ഞാൻ 24 മണിക്കൂറും. ഈ നായാട്ട് സംഘത്തിലെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ടവരാരും തന്നെ ഈ ടെന്റിൽ താമസിക്കുന്നതിനിടയ്ക്ക് ശബരിമല ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഈ നായാട്ട് സംഘത്തിലെ ഒരംഗത്തിന് പോലും ഈ തീവെപ്പുമായി ബന്ധമില്ല. അദ്ദേഹം അത് പറയുമ്പോൾ കുറച്ച് നിരുദ്ധ കണ്ഠനായി, കുറച്ച് വിവശനായി അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അത് ചെയ്യുമെന്ന് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങൾ ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞങ്ങൾ ഈശ്വര വിശ്വാസികളാണ്. ഞങ്ങളുടെ വിശ്വാസങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഞങ്ങൾക്കിവിടെ പള്ളി പണിയുവാനുള്ള അനുവാദം തന്നത് ഇവിടുത്തെ രാജാക്കന്മാരാണ്, അതൊന്നും ഞങ്ങൾ മറക്കുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടി എന്നെ അറിയിക്കുകയുണ്ടായി. എൻ്റെ പിതാവ് TM വർഗീസ് കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. കുമ്പളത്ത് ശങ്കുപിള്ള വഴി അദ്ദേഹം ചട്ടമ്പി സ്വാമികളെ കുറിച്ച്, അതായത് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ആത്മീയ ഉപദേശങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് എൻ്റെ പിതാവ്. ആ പിതാവിൽ നിന്ന് എനിക്ക് ഹിന്ദു മതത്തിന്റെ തത്വങ്ങളെ പറ്റിയൊക്കെ അറിയാം. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ആള് ശബരിമല പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാതെ ഇരിക്കുകയില്ല. ഏതായാലും ഈ ടെന്റിലുള്ള ഞങ്ങൾ ആരും അല്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ പരിചാരകന്മാർ എവിടെയാണ് താമസിച്ചിരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, പരിചാരകന്മാർ മറ്റൊരു ടെന്റിലാണ് താമസിച്ചത്. അദ്ദേഹം പറഞ്ഞു, പരിചാരകന്മാർ മറ്റൊരു ടെന്റിലാണ് താമസിച്ചത്. ഞാൻ പിന്നീട് ചോദ്യം അധികം മുമ്പോട്ട് കൊണ്ടുപോയില്ല. കാരണം അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കുന്ന ഒരു ചോദ്യ പരമ്പരയിലേക്ക് പോകുന്നത് ശരിയല്ല. ഞാൻ അദ്ദേഹത്തെ, എൻ്റെ അച്ഛൻ്റെ അത്രയും പ്രായമുള്ള ഒരാള് എൻ്റെ അച്ഛൻ്റെ ഒപ്പം, അച്ഛനോ ഹോസ്റ്റലിൽ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അടുത്ത മുറിയിൽ താമസിച്ചിരുന്ന ഒരു ആള് എന്ന നിലയിലും ഞാൻ കൂടുതൽ അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തുടർന്ന് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചില്ല. ചുരുക്കത്തിൽ ഞാൻ എത്തിയിരിക്കുന്ന നിഗമനം, ഈ നായാട്ട് സംഘത്തിലെ നേതാക്കന്മാർക്ക് ഒരു പക്ഷേ അദ്ദേഹം പറയുന്ന വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ പങ്കില്ലായിരിക്കാം. പക്ഷേ ആ നായാട്ട് സംഘത്തിലെ അനുചരന്മാർക്ക്, പരിചാരകന്മാർക്ക് അങ്ങനെ പങ്കില്ല
എന്ന് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ ഞാൻ ആളല്ല. കാരണം ഉണ്ടെന്ന് പറയാനും ഞാൻ ആളല്ല, ഇല്ല എന്ന് പറയാനും ഞാൻ ആളല്ല. പക്ഷെ അവർ വേറൊരു ടെന്റിലാണ് താമസിച്ചത് എന്ന കാര്യം എനിക്ക് അത് ഞാൻ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് ശബരിമല ക്ഷേത്രം ഇത് ആദ്യമായിട്ടല്ല തീ പിടിക്കുന്നത്. ശബരിമല ക്ഷേത്രം അതിനു മുമ്പും അത് ഉണ്ട്. ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് തീ പിടിച്ചത്. ആ സമയത്ത് ശബരിമല തീപിടുത്തം അന്ന് സ്വാഭാവികമായി ഉണ്ടായതാണ്. ആ സമയത്ത് വളരെ ത്യാഗം സഹിച്ചിട്ട് അത് പുനർനിർമ്മിച്ചത് മാവേലിക്കരയിലെ പോളച്ചിറക്കലെ ഒരു മുതലാളിയാണ്. അദ്ദേഹത്തിന്റെ പേര് കൊച്ചുകോശി മുതലാളി എന്നാണ്. ആ കൊച്ചുകോശി പോളച്ചിറക്കൽ കൊച്ചുമ്മൻ മുതലാളി ഈ വളരെ ത്യാഗം സഹിച്ചിട്ടാണ് ആ അമ്പലം പണിഞ്ഞത്. അതിന് അദ്ദേഹം വലിയ കടക്കാരനായി. അക്കാലത്ത് കരുവ നീലകണ്ഠൻ ആചാരി എന്ന കൊല്ലത്തെ പ്രശസ്തനായ വാസ്തുശില്പ വിദഗ്ധനാണ് ഇതിന്റെ പ്ലാൻ വരച്ചത്. അതൊക്കെ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ചുരുക്കത്തില് ഞാനൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ കുറ്റകൃത്യം കോടാലി സ്വാമി ഒറ്റയ്ക്ക് ചെയ്തതാണോ അതോ കോടാലി സ്വാമിയെ കൊണ്ട് ഈ പറയുന്ന നായാട്ടു സംഘത്തിന്റെ പരിചാരകരുടെ പ്രേരണയിൽ ആണോ എന്ന കാര്യം ഞാൻ പ്രേക്ഷകർക്ക് വിടുന്നു. ഏതായാലും നാളിതുവരെയുള്ള ഈ ശബരിമല തീവെപ്പ് കേസിനെ പറ്റിയുള്ള ഞാൻ ചില യൂട്യൂബ് ചാനലുകളിൽ വന്നിട്ടുള്ള ചില പരിപാടികൾ കണ്ടിട്ടുണ്ട്. ഞാനും ചില ഇന്റർവ്യൂവിന് മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. ആ പങ്കെടുത്തപ്പോഴും ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഇത്രയും വിശദമായിട്ട് ഇത് ആദ്യമായിട്ട് വെളിപ്പെടുത്തുകയാണ് ഞാൻ ഇവിടെ. എനിക്കൊരു കാര്യം കൂടിയാണ് പറയാനുള്ളത്. അനാവശ്യമായി ആരെയെങ്കിലും പഴിചാരുന്നത് തെറ്റാണ്. എന്നാൽ കേരളീയരെ വേദനിപ്പിച്ച ഈ കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ പ്രതികൾ ആരൊക്കെയാണെന്ന് പറയുന്നതിൽ അന്നത്തെ തിരുക്കൊച്ചി ഗവൺമെന്റ് കാണിച്ച നടപടികൾ ഒട്ടും ശരിയായില്ല. അതിന് ഇനിയൊരു അന്വേഷണം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രസക്തിയെ പറ്റിയും പറയുവാൻ ഞാൻ ആളല്ല. ഏതായാലും അന്ന് തിരുക്കൊച്ചി സർക്കാർ ചെയ്തത് വളരെ ഗൗരവമർഹിക്കുന്ന ഒരു തെറ്റ് തന്നെ ആയിരുന്നു. സർ, ഞാൻ ഒരു കാര്യം കൂടി, ആ ഗൗരവമായ തെറ്റിനെ തിരുത്തുമെന്ന് അവകാശപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് 1957 ഗവൺമെന്റ് വളരെ തന്ത്രപരമായി അവരും സത്യം പുറത്തു കൊണ്ടുവരുവാൻ യാതൊന്നും ചെയ്തില്ല. അതെ, സാറിനോട് സാറ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ സാർ പറഞ്ഞതുപോലെ കെ കേശവമേനോന്റെ റിപ്പോർട്ട് ഞാൻ മുഴുവൻ വായിച്ചതാണ്. ഇംഗ്ലീഷിൽ നമുക്കിപ്പോൾ അത് നെറ്റിൽ കിട്ടാനുണ്ട്. അപ്പൊ ഞാനത് പൂർണ്ണമായിട്ട് അത് റിപ്പോർട്ട് ഒന്ന് വായിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതിൽ നിന്നല്ല ഞാൻ കുറച്ച് ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ചോദിക്കാമല്ലോ അല്ലേ? അതെ. ഞാൻ അതിൽ ആദ്യം ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ യൂട്യൂബ് എല്ലാം ശ്രദ്ധിക്കുമ്പോൾ മിന്നൽ പരമശിവൻ നായരുടെ പഴയ ഒരു ഇന്റർവ്യൂ യൂട്യൂബിൽ ഉണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതായത് മീൻ പിടിക്കാൻ ഇരിക്കുന്നവര് സംസാരിക്കുന്നതിൽ നിന്ന് ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിരുന്നുവെന്നും മീൻ പിടിച്ച് ചുട്ടു തിന്നുന്നത് സന്യാസിയായ തനിക്ക് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ച് മർദ്ദിച്ചുവെന്നും അയാൾ ആ ഒരു ദേഷ്യത്തിലാണ് അല്ലെങ്കിൽ സങ്കടത്തിലാണ് മുകളിൽ പോയി ഈ ഒരു കുറ്റകൃത്യം ചെയ്തതെന്നും ഒക്കെ മിന്നൽ പരമേശ്വരൻ നായർ അതിൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനിയത്തിയെ കൊണ്ട് കത്ത് എഴുതിച്ചാണ് വരുത്തിച്ചതെന്നും പിന്നീട് വിദേശത്തേക്ക് പോയി എന്നും മിന്നൽ പരമേശ്വരൻ നായർ അതിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, ഈ ജോസഫ് സ്വാമിയെ പിന്നീട് എപ്പോഴെങ്കിലും, അതായത് നമുക്ക് ശരിക്കും അങ്ങനെ ഒരാള് പിന്നീട് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് പിന്നീട് വേറൊരു സോഴ്സിലൂടെ കൺഫേം ചെയ്തിട്ടുണ്ടോ? വളരെ കൗതുകകരമായ കാര്യം, ഈ ജോസഫ് സ്വാമിയെ പിന്നീട് ആരും കാണുന്നില്ല. ഞാൻ ജോസഫ് സ്വാമിയുടെ വീട് അന്വേഷിച്ച് കുടവച്ചൂരിൽ പലതവണ പോയിട്ടുണ്ട്. കുടവച്ചൂരിൽ ഉള്ള ആർക്കും തന്നെ ആ വീട് അവർ തന്നെ അവിടെ വിട്ടുപോയി. പിന്നീട് ഈ പത്രപ്രവർത്തകരുടെ നിരന്തരമായ അന്വേഷണങ്ങളിൽ നിന്ന്
രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ തന്നെ അവരുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ മാറി. എങ്ങോട്ടാണ് പോയതെന്ന് അറിഞ്ഞുകൂടാ. അവർ താമസിച്ചിരുന്ന സ്ഥലവും മറ്റും കാണിച്ചു തരികയുണ്ടായി. പിന്നീട് ആരും തന്നെ ഈ ജോസഫ് സ്വാമിയെ കണ്ടിട്ടില്ല. അതാണ് ഈ തീവെപ്പ് കേസിലെ ഏറ്റവും വലിയ ദുരൂഹത. നമുക്കറിയാം, ഈ ക്ഷേത്രങ്ങളിൽ തീപിടുത്തം ഉണ്ടാവുന്നത് ശബരിമല ആദ്യമായിട്ടല്ല. ഹരിപ്പാട് ക്ഷേത്രം മുഴുവൻ തീപിടിക്കത്തം ഉണ്ടായിട്ടുണ്ട്. അതും ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. അതുപോലെ തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശ ക്ഷേത്രം തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വലിയ മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. നിലയ്ക്കൽ പള്ളിയില് നിരണം പള്ളിയില് വലിയ മോഷണം നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മോഷണം, തീവെപ്പ്, ഇതൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അവിടെയൊക്കെ കേസില് ഒരു കൺക്ലൂഷനിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എത്താറുണ്ട്. ഇവിടെ ഈ കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നു, പക്ഷേ ആ ആളിനെ ശിക്ഷിക്കുന്നില്ല. ആ ആള് അബ്സ്കോണ്ട് ചെയ്യുന്നു. അതായത് നമുക്കറിയാം, ഏറ്റുമാനൂരിലെ ഈ 7.5 പൊന്നാനകളെ മോഷ്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ശ്രീകോവിലിനകത്ത് കടന്ന ആളെ പിന്നീട് അവിടുത്തെ ഉത്സവ ബലിക്ക് ഉപയോഗിക്കുന്ന തങ്ക വിഗ്രഹവുമായിട്ട് പോകുന്നു. അയാളെ പിടിക്കുന്നു, സമർത്ഥമായിട്ട് പിടിക്കുകയാണ് പോലീസുകാര്. ഇതുപോലെ ഇത്ര ഒരു കഴിവുള്ള ഒരു പോലീസ് സേനയുള്ള നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഈ കോടാലി സ്വാമി പിന്നീട് ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ല? ആ ചോദ്യം ഇനിയും ചോദിച്ചുകൊണ്ടേയിരിക്കും. ആരോ ഫണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ കാലത്ത് തന്നെ. വളരെ ഉത്തരവും പറയാം, അക്കാലത്ത് തന്നെ അദ്ദേഹത്തിന് ഫണ്ടിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ഫ്രഞ്ച് അധിനിവേശ പ്രദേശമാണ്. ബ്രിട്ടീഷ് പോലീസുകാർക്ക് കടക്കാൻ പറ്റാത്ത സ്ഥലത്താണ്. 1956 ശേഷം പിന്നെ പോണ്ടിച്ചേരിയിൽ നിന്നും അദ്ദേഹം അപ്രത്യക്ഷമായി എന്ന് വേണം നമ്മൾ ഊഹിക്കേണ്ടത്. അയാൾ അപ്രത്യക്ഷമായി എന്ന് വേണം ഊഹിക്കേണ്ടത്. തീർച്ചയായിട്ടും. അടുത്തൊരു, അതായത് ഇദ്ദേഹത്തിന് ആരോ പൈസ കൊടുത്ത് അവിടെ വരെ, അതായത് ഇവിടെ ഒരു ഭിക്ഷാദേഹിയെ പോലെ താമസിച്ചിരുന്ന ഒരാളാണ്. ശബരിമലയിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ദൃക്സാക്ഷികളുണ്ട് അല്ലേ? അതെ അതെ, അവരെ കണ്ടവർ തന്നെ പോലീസിനോട് തങ്ങളോട് പറഞ്ഞതായിട്ടാണ് പരമേശ്വരൻ നായർ പറയുന്നത്. ചന്ദ്രശേഖരൻ നായർ ശരിവെക്കുന്നുണ്ട്. എൻ ചന്ദ്രശേഖരൻ നായർ, സമർത്ഥനായ പോലീസ് ഓഫീസർ. IG ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം പാളയത്ത് ഇപ്പോഴും നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ സ്മാരകമാണ്. അതെ, ഒരു സെക്കൻഡ്. അതുപോലെ തന്നെ ഈ കേശവ മേനോൻ, അതായത് മിന്നൽ പരമേശ്വരൻ നായരുടെ ആത്മകഥ ലഭ്യമാണ്. അതുപോലെ കെ കേശവ മേനോന്റെ ആത്മകഥയോ അദ്ദേഹത്തിന്റെ പിന്നീട് വല്ല ഇന്റർവ്യൂകളോ എന്തെങ്കിലും ഈ വിഷയത്തെ പറ്റിയിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ? ഈ റിപ്പോർട്ട് വാസ്തവമാണ്. കുറ്റാന്വേഷണ സ്മരണകൾ എന്ന് പറഞ്ഞ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ അന്വേഷണങ്ങളെ പറ്റി അദ്ദേഹം എഴുതുകയുണ്ടായി. അത് പുസ്തക രൂപത്തിൽ PK ബ്രദേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ അടുത്ത കാലത്തായിട്ട് അതിൻ്റെ ഒരു കോപ്പി കിട്ടാനായിട്ട് ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ഞാൻ ചന്ദ്രശേഖരൻ നായരുടെ പുസ്തകവും 2 മറ്റു പുസ്തകങ്ങളും എൻ്റെ കൈവശമുണ്ട്. അതെ അതെ, അതിൽ മിന്നൽ പരമേശ്വരൻ നായരുടെ ബുക്ക് എൻ്റെ കയ്യിലും ഉണ്ട്. കേശവമേനോനെ ഞാൻ ഇതേപോലെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൂടുതലായിട്ട് അദ്ദേഹത്തിൽ നിന്നൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. പിന്നീട് അദ്ദേഹം എപ്പോഴും സംസാരിക്കുകയോ ഈ വിഷയത്തെ പറ്റിയിട്ട് പിന്നീട് സംസാരിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ മകനുമായിട്ട് സംസാരിക്കാനായിട്ട് ഞാനൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഞാൻ കോഴിക്കോട്ടെ മാതൃഭൂമിയിലെ ട്രെയിനി സബ് എഡിറ്റർ ആയിരുന്ന കാലത്ത് കേശവമേനോൻ അദ്ദേഹം കോഴിക്കോട്ടിനടുത്തുള്ള ഒരു സ്ഥലത്തുകാരനാണ്. അപ്പൊ മകനെ കാണാനായിട്ട് ശ്രമിച്ചു, പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. കേശവന്റെ റിപ്പോർട്ട് വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ്. അതിൽ അദ്ദേഹം ഏതാണ്ട് തുടക്കഭാഗത്ത് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യമല്ല എന്ന്. അദ്ദേഹം അതിന് കാരണങ്ങളായിട്ട് പറയുന്നത് ശ്രീകോവിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സ്റ്റോർ റൂമും ഒക്കെ നശിക്കുമ്പോൾ അതൊന്നും പെട്ടെന്ന് ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള വസ്തുക്കളാൽ നിർമ്മിക്കപ്പെട്ടതല്ല. ഇത് കത്തി നശിക്കണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായ ഒരു 12 മണിക്കൂറിന്റെ ശ്രമമെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. നെയ്യിൽ മുക്കിയ തുണികൾ ഇതിന്റെ ഇടയിലെല്ലാം തീ കൊടുത്ത് വളരെ ശ്രമകരമായിട്ടാണ് ഇത് കത്തിച്ചതെന്ന് വളരെ വിശദമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കോടാലി സ്വാമി ഒരാളല്ല, അതിന്റെ കൂടെയും ആൾക്കാർ ഉണ്ടാവണം എന്നുള്ളൊരു
സാധാരണ നിഗമനമാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്, അല്ലെ? അതെ. വളരെ അതേപോലെ ഇപ്പം സാർ സംസാരിച്ച സമയത്ത് TM വർഗീസിന്റെ മകൻ ഉള്ളതായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് സാറ് പറഞ്ഞ ഈ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണോ അദ്ദേഹത്തിന്റെ കൂടെ ടെന്റിലുണ്ടായിരുന്നത്? അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ ഞാൻ എടുത്തു പറഞ്ഞ കുടുംബങ്ങളിലെ അംഗങ്ങൾ തന്നെയാണ്. അവർ ഒന്നിച്ചൊരു ടെന്റിലാണ് കഴിഞ്ഞത്. അവര് ആ ടെന്റിൽ നിന്ന് എവിടേക്കെങ്കിലും പോയിട്ടില്ല എന്നാണ് TM വർഗീസിന്റെ മകൻ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു, അദ്ദേഹം പറഞ്ഞതിനെ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരഭാഷയിൽ നിന്ന് എനിക്കത് വിശ്വസനീയമായി തോന്നി. അതെ, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് അങ്ങനെ ഒരു ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹെൽപ്പേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. ഞാൻ ആ വിഷയം അങ്ങോട്ടേക്ക് ചോദിച്ചില്ല. ഞാനൊരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് അധികം പോയില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു തന്ത്രപരമായിട്ടൊക്കെ വേറെ കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡോക്ടർ ജേക്കബ് ഫിലിപ്പ് ഈ സത്യാന്വേഷണത്തിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഡെന്റിസ്റ്റ് ആയിട്ടുള്ള. അദ്ദേഹം പറഞ്ഞു ഇത് പുറത്തു വരണം. ഞങ്ങൾക്ക് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിനോടൊന്നും ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണമെന്നുള്ള അഭിപ്രായക്കാരാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ 100% ഞാൻ എൻ്റെ ഏറ്റവും ജി അരവിന്ദന്റെ സുഹൃത്താണ്. ജി അരവിന്ദന്റെ ഒപ്പം പഠിച്ച ആളാണ് ഈ ജേക്കബ് ഫിലിപ്പ് എന്ന് പറഞ്ഞ ആള്. അദ്ദേഹത്തെ പറ്റി കോട്ടയത്തുകാർക്ക് എല്ലാവർക്കും അറിയാം. സാറ് ഈ പറയുന്ന കാര്യം, അതായത് ഈ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത് ഇദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെട്ടത് കൊണ്ടാണ് എന്ന് സാറ് തിരിച്ചറിഞ്ഞല്ലോ. ആ ഒരു കാര്യം സാർ അത് മനസ്സിലാക്കിയല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഇത് അന്വേഷിച്ചവർക്ക് തീർച്ചയായിട്ടും ഇതിൽ ഇദ്ദേഹം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരുണ്ടായിരുന്നു എന്നൊരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടാവണം. അങ്ങനെയല്ല, ഇതൊരു കേസിലേക്ക് വരികയാണെങ്കിൽ TM വർഗീസിന്റെ മകൻ അറസ്റ്റ് ചെയ്യപ്പെടും. അത് ഒഴിവാക്കണം. അതായത് സാമുദായികമല്ല, ഈ മറ്റ് ക്രിസ്ത്യൻ ഫാമിലീസ് ആണ് കൂടെ വേട്ടയ്ക്ക് പോയത്. അവരെ ഫ്രെയിം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ TM വർഗീസിന്റെ മകനെ ഇതിലെ ക്രൈമിലെ പങ്കാളിയായിട്ട് അറസ്റ്റിലേക്ക് ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കണമെന്ന് അന്നത്തെ തിരുക്കൊച്ചി മന്ത്രിസഭയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. നമ്മൾ ഒരു കാര്യം ഓർക്കണം, TM വർഗീസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ട്രഷററായിരുന്നു, സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ട്രഷറർ. പട്ടം താണുപിള്ളയേക്കും ഒക്കെ എന്നോട് പിൽക്കാലത്ത് P. വിശ്വംഭരം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ അലഞ്ഞു കിടക്കുമ്പോൾ ഉച്ചയ്ക്ക് ചെന്നു കഴിഞ്ഞാൽ TM വർഗീസ് സാറിന്റെ ഭാര്യ സഹധർമ്മിണി ഞങ്ങളുടെ കണ്ണ് കണ്ടാൽ ഉടനെ അവർക്ക് അറിയാം, ചേച്ചിക്ക് ഞാൻ ഉണ്ണാതെയാണ് വരുന്നത്, ഞങ്ങൾക്ക് ഊണ് തന്നിട്ടേ പോവുള്ളൂ, ഞങ്ങളൊക്കെ അവിടെ ഊണ് കഴിച്ചിട്ടുള്ളവരാണ്. അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു ഈ സ്റ്റേറ്റ് കോൺഗ്രസിലെ അംഗങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ ചോറ് കൊടുത്ത ഒരു അമ്മയുടെ മകനെ കേസിൽ പ്രതിയാക്കുന്നതിന് വിഷമമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ മോഡറേറ്റേഴ്സിന് വേറെ ചോദ്യം ഉണ്ടോ എന്ന് ചോദിച്ചോട്ടെ. ശുഭചേച്ചി, ചോദ്യമുണ്ടോ? ശുഭചേച്ചി കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചോദ്യമുണ്ടോ? രാഹുലിനുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക, ചോദ്യം ഉണ്ടെങ്കിൽ. ഈ റിപ്പോർട്ടിൽ പിന്നീട് ഒരു കാര്യം ഞാൻ അതിൽ ശ്രദ്ധിച്ചത്, അതിലെ മൊഴിയെടുത്തതിൽ ഒരാള് സംസാരിക്കുന്നതായിരുന്നു, നിലയ്ക്കൽ പോയി ഞാൻ അവിടെ പൊളിഞ്ഞു കിടക്കുന്ന പള്ളികൾ ഉണ്ടോ എന്ന് നോക്കിയിരുന്നു, പക്ഷെ പൊളിഞ്ഞു കിടക്കുന്ന കുറച്ച് അമ്പലങ്ങളാണ് കണ്ടത് എന്നൊരു മൊഴി അവിടെ രേഖപ്പെടുത്തിയിരുന്നു. സാറും വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ ആ വിഷയം പറഞ്ഞാൽ പിന്നെ അങ്ങ് നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ടാണ്. നിലയ്ക്കലിൽ പള്ളി ഉണ്ടായിരുന്നു, അത് പക്ഷെ ബൗദ്ധരുടെ പള്ളിയായിരുന്നു. ആ ബൗദ്ധരുടെ പള്ളി ഒരു കാലഘട്ടത്തിൽ നിലയ്ക്കൽ എന്ന് പറയുന്നത് ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്ന പഴയ കച്ചവട പാതയുടെ ഓരത്തുള്ള ഒരു സ്ഥലമാണ്. പള്ളി എന്ന് പറഞ്ഞാല് പള്ളു പറയുന്ന സ്ഥലമാണ് പള്ളി. പള്ള് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ് വാക്കിന്റെ അർത്ഥം. അതായത് പള്ളു പറയുന്ന, പ്രാർത്ഥന നടത്തുന്ന ആളുകളാണ് ബുദ്ധ അനുയായികളും ജൈന അനുയായികളും. നിലയ്ക്കൽ ഉണ്ടായിരുന്ന പള്ളി ജൈനരുടേതാണോ ബൗദ്ധരുടേതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പമ്പയുടെ ഇരു കരകളിലും ഒരുപാട് ബൗദ്ധ ദേവാലയങ്ങളോ ജൈന ദേവാലയങ്ങളോ ഉണ്ട്. ആ ദേവാലയങ്ങൾ പിന്നീട് ഭഗവതി ക്ഷേത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്, ചിലത് പള്ളികളായിട്ട് മാറിയിട്ടുണ്ട്.
നിലയ്ക്കൽ ഈ പറയുന്ന ജൈന ദേവാലയം അല്ലെങ്കിൽ ബൗദ്ധ ദേവാലയം ഒരു കാലത്ത് ക്രൈസ്തവ ആരാധനാലയമായിട്ട് മാറിയിരിക്കും. നമ്മള് അത് ഞാൻ അതിനെ സാധ്യത, കാരണം പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിയോജക മണ്ഡലം എന്ന നിലയിൽ കേരളീയർക്ക് അറിയാവുന്ന പുതുപ്പള്ളിയില്, ആ പുതുപ്പള്ളി എന്ന് പറയുന്ന ആദ്യത്തെ ക്രൈസ്തവർ വിശ്വസിക്കുന്നത് ഞങ്ങൾ നിലയ്ക്കൽ നിന്ന് വന്നവരാണെന്നാണ്. അപ്പോ ഒരു കാലഘട്ടത്തില് ഈ ജൈന വിശ്വാസികൾ, ബൗദ്ധ വിശ്വാസികൾ അവരുടെ വിശ്വാസം തുടരാൻ പറ്റാതെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു വർത്തക സമൂഹത്തെ ഉൾക്കൊള്ളുന്ന മതത്തിലേക്ക്, ക്രൈസ്തവ മതത്തിലേക്ക് അവർ എൻ ബ്ലോക്ക് ആയിട്ട് മാറിയിരിക്കും. ഈ പറയുന്ന ഈ ഓറൽ ട്രഡീഷനാണ് നിലയ്ക്കൽ പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളത്. ശരിയാവാം. എങ്ങനെ? ആദ്യം പക്ഷെ അത് ജൈന ദേവാലയമോ ബൗദ്ധ ദേവാലയമോ ആയിരുന്നു. അതാണ് പിന്നീട് ക്രൈസ്തവ ദേവാലയം. ക്രൈസ്തവരുടെ പള്ളി എന്നുള്ള വാക്ക് വന്നത് ഈ ജൈന ദേവാലയത്തിന്റെ പള്ളി പലതും ഇന്ന് ക്രൈസ്തവ പള്ളികളായതുകൊണ്ടാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, നാനം മോനം എഴുതുക എന്നാണ് പണ്ടത്തെ കാലത്ത് അക്ഷരം തുടങ്ങുന്നതിന്, ആദ്യ അക്ഷരങ്ങൾ കുറിക്കുന്നതിന് പറഞ്ഞിരുന്നത്. ക്രൈസ്തവർ പറഞ്ഞിരുന്നത് നാനം മോനം എഴുതിച്ചോടാ എന്ന് ചോദിക്കും. അത് നമോസ്തു ജിനസ്തു എന്നുള്ളതിന്റെ ചുരുക്കമാണ് ഈ നാനം മോനം. കേരളത്തിലെ ക്രൈസ്തവരുടെ ഇന്നത്തെ വിശ്വാസം എന്ന് പറയുന്നത് പ്രശസ്തരായ നമ്പൂതിരി കുടുംബങ്ങളെ സെയിന്റ് തോമസ് ക്രിസ്ത്യാനികളാക്കി എന്നുള്ളതാണ്. ഞാനൊരു ചെറിയ ഒരു പാഠഭേദമുണ്ട്. പ്രശസ്തരായ ജൈന ബൗദ്ധ കുടുംബങ്ങളാണ് ആദ്യകാലത്തെ പുരാതന ക്രൈസ്തവ കുടുംബങ്ങൾ. അപ്പോ ഇത് വായിക്കുന്ന സമയത്ത് എനിക്കൊരു സംശയം അവിടെ ഉണ്ടായത്, ഈ നിലയ്ക്കൽ പിന്നുണ്ടായ പ്രക്ഷോഭത്തിന്റെ ആ ഒരു തുടക്കം അക്കാലത്ത് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പള്ളികളുണ്ടോ എന്ന് നോക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ആൾക്കാർ അത് ശ്രദ്ധിച്ചിരുന്നോ? അതിനുള്ളൊരു ഒരുക്കുകൂട്ടൽ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നോ എന്നൊരു സംശയം അത് വായിച്ചപ്പോൾ എനിക്കുണ്ടായി. സ്വാഭാവികമായിട്ട് ആ സംശയം ഞാനിവിടെ പറയാത്തത് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകണ്ട. നമ്മൾ പോയിന്റഡ് ആയിട്ട് ഈ ഒരു ഇപ്പോഴത്തെ പിന്നീടത്തെ നിലയ്ക്കൽ പ്രക്ഷോഭത്തെ പറ്റി നമുക്ക് സമീപകാലത്ത് നടന്ന കാര്യമായതുകൊണ്ട് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയാം. ഞാൻ ഇപ്പൊ ഈ പ്രഭാഷണത്തിൽ തന്നെ ഞാൻ ഇത്തിരി വിഗ്രഹ സങ്കല്പത്തെ പറ്റി ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി. പക്ഷെ അത് ഞാൻ കേരളീയരുടെ ഇടയിലെ പുരോഗമനവാദികളായി ഭാവിക്കുന്ന ആളുകള് ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് ബുദ്ധനാണെന്ന് പറഞ്ഞ് അവര് അതിന് ഒരു ഡ്രീമിനകത്ത് പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗം തിരുത്തേണ്ട ആവശ്യം ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ്. മറ്റൊരു വേളയിൽ സന്ദർഭത്തില് ഞാൻ നിലയ്ക്കൽ പ്രക്ഷോഭത്തെ പറ്റി, അല്ലെങ്കിൽ കേരളത്തിലെ ബൗദ്ധ പാരമ്പര്യത്തെ പറ്റി, കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തെ പറ്റി ഒക്കെ തന്നെ എനിക്ക് സംസാരിക്കുവാൻ, ഞാൻ മുമ്പ് CMP നേതാവായ ജോണുമായിട്ട് ചേർന്നിട്ട് കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തെ പറ്റി ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇസ്ലാമിക പാരമ്പര്യത്തെ പറ്റി വളരെ താല്പര്യത്തോടെ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സാന്ദർഭികമായതുകൊണ്ട് പറയട്ടെ, ഗവൺമെന്റ് ഓഫ് കേരള മുമ്പ് ക്രിസ്ത്യൻ ചർച്ചസിനെ പറ്റി ഒരു പുസ്തകം തയ്യാറാക്കാനായിട്ട് സെൻസസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഒരു പുസ്തകം തയ്യാറാക്കാനായിട്ട് തീരുമാനിക്കുകയും അവരുടെ ബാബു പോൾ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തു. അതിലെ ഏക അക്രൈസ്തവൻ ഞാനായിരുന്നു ആ പള്ളികളെ പറ്റിയുള്ള പഠനത്തിന്. കാരണം എനിക്കിതിലുള്ള താല്പര്യം അറിയാം, എല്ലാവർക്കും അറിയാം. ശ്രീ യശശരീരനായ ബാബു പോളുമായിട്ടൊക്കെ നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തിയോളജിസ്റ്റുകളുമായിട്ടും പണ്ഡിതന്മാരുമായിട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ വളരെ എനിക്ക് മറ്റൊരവസരത്തിൽ പറയാം. തീർച്ചയായിട്ടും ഞാനത് പ്രത്യേകിച്ച് എങ്ങോട്ടും ഒരു കൺക്ലൂഷനിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചോദിച്ചതല്ല. ഞാനത് വായിച്ചപ്പോൾ ഉണ്ടായ ഒരു സംശയം സാറിനോട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോ സംസാരിച്ചതിൽ ചരിത്രത്തിന്റെ കണ്ണിലൂടെ നടന്ന സംഭവങ്ങളെ നമ്മളൊന്ന് വീണ്ടും അതിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോവുക മാത്രമാണ് ചെയ്തത്. പ്രത്യേകിച്ച് ആരിലും, ഇപ്പൊ സാറ് പറഞ്ഞ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ ജോസഫ് എന്ന് പറയുന്ന കൊടാലി സ്വാമിയിലേക്കോ ഒന്നും നമ്മൾ ഇന്ന ആൾക്കാരാണ്. ഞാനിപ്പോ ഈ അടുത്ത കാലത്തായിട്ട് ഒരു യൂട്യൂബിൽ കണ്ടു, അതിലെ കരിമ്പനാലിലെ കുടുംബത്തിൽ നടന്ന അന്തഛിദ്രത്തെ പറ്റിയൊക്കെ. ഒരു കുടുംബത്തിൽ നടക്കുന്ന അന്തഛിദ്രത്തെ നമ്മൾ ആഘോഷിക്കരുത്. അതൊന്നും ആഘോഷിക്കാനുള്ളതൊന്നല്ല, ദുഃഖകരമായ കാര്യമാണ്. അതൊന്നും എന്റെ വിഷയമേ അല്ല. തീർച്ചയായിട്ടും ഞാനതാണ് ഒന്നുകൂടി പറഞ്ഞത്, കേൾവിക്കാർക്ക് ഒന്നുകൂടി ഇതാവാൻ വേണ്ടി. നമ്മളിവിടെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മളിവിടെ എത്തിക്കുന്നില്ല. നമ്മൾ അന്ന് നടന്ന കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചു പോകുന്നു.
സംശയങ്ങളുള്ളത് ഞാൻ ചോദിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്രയധികം സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. നമ്മൾ പറഞ്ഞതുപോലെ ഇനി നിലയ്ക്കലിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ മറ്റു ചരിത്ര വസ്തുതകളെ പറ്റിയിട്ടും എല്ലാം ഈ ചാനലിലൂടെ തന്നെ കേരള സംസ്കാരത്തെ പറ്റി നമുക്ക് പലതും ഇനിയും പുറത്തു വരാനുണ്ട്. കേരള ചരിത്രത്തെ പറ്റി ഇനിയും പല കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അതിന് സന്ദർഭം ഉണ്ടാകുമ്പോൾ പറയാം. തീർച്ചയായിട്ടും. ഇത്ര നേരം ഞങ്ങളോട് ചെലവഴിച്ചതിന് വളരെയധികം നന്ദി സർ.